കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള വെന്നും കഥാനായകനായിട്ടുള്ള ഹ്യൂവും ഒന്നായിരിക്കുന്നതാണ്. ആ സമയത്ത് ഇവൻ ഇവളുടെ പേര് വിളിക്കുമ്പോൾ ഇവൾ കണ്ണു തുറന്ന് ഭയങ്കര ഷോക്കായിട്ട് ഉടനെ തന്നെ ഇവനെ തല്ലാണ്. എന്നാൽ ആ സംഭവിച്ചതൊന്നും റിയൽ അല്ല, വെൻ കണ്ട ഒരു സ്വപ്നമാണ്. അത് ഇവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇവള് അവനെ തല്ലിയതിന് കാരണവും ഇവർ തമ്മിൽ ഭയങ്കര ആജന്മ ശത്രുക്കളാണ്, വർഷങ്ങളായിട്ടുള്ള ശത്രുതയാണ്. അതുകൊണ്ട് തന്നെ അയ്യേ, ഈ ഒരു സ്വപ്നമൊക്കെ ഞാൻ എന്തിനാ ഇപ്പൊ കണ്ടത്, അതെന്തായാലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇവള് പറയുന്നത്. എന്നാൽ അതേ സമയം തന്നെ യുവിനോട് ഇവന്റെ ഫ്രണ്ട് ഏതോ ഒരു ട്രഡീഷണൽ ബുക്കോ സംതിങ് നോക്കിയിട്ട് ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവന്റെ ആജന്മ ശത്രുവായിട്ടുള്ള പെൺകുട്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഇവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഈ ലോകത്ത് എല്ലാ മനുഷ്യരും നശിച്ച് ലാസ്റ്റ് ഞാനും അവളും മാത്രമേ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവളെ കല്യാണം കഴിക്കാനോ നോക്കാനോ പോലും പോകില്ല, തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഇതില് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊന്നും ഇനി എന്നോട് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റേസിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. കാരണം ഇവർ തമ്മിൽ ഒട്ടും യോജിക്കാത്ത ഒരു തരത്തിലും ചേർന്ന് പോകാത്ത രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും അത് വിശ്വാസമാവാത്തത്. ഇവര് ഒരുമിച്ച് ഒരേ ക്ലാസ്സിലൊക്കെയാണ് പഠിച്ചത്, ഒരേ ഏജും ആണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് രണ്ടുപേരും പിണങ്ങിയത്. എന്നാൽ അതിനുശേഷം ഫെന്നിന്റെ അടുത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുട്ടിയുമായി എത്തിയിട്ട് ഇത് നിങ്ങളുടെ മകനാണ് മാഡം എന്ന് പറയാണ്. അത് കേട്ട് ഇവൾക്ക് ഒന്നും മനസ്സിലാവാതെ എന്ത് എന്റെ മകനോ, അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥൻ മാഡം, ഈ കുട്ടി ഇവന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ, നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് സത്യമാണെന്ന് തോന്നി, അത് കൂട്ടിക്കൊണ്ടുവന്നത്, മര്യാദയ്ക്ക് കുട്ടിയെ സ്വീകരിച്ചോ എന്ന് പറയാണ്. അതും ഈ കുട്ടിയുടെ പിതാവെന്ന് പറയുന്നത് മറ്റാരെയല്ല, ഇവളുടെ ശത്രുവായിട്ടുള്ള യുവിനെയാണ്. ഈ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ഇവളും യു ആണ്. സോ അത് കേട്ട് ഇവള് അന്തം വിട്ട് നിൽക്കാണ്. അതിന് ഒരു സാധ്യതയില്ലല്ലോ. എന്നാൽ ഈ കുട്ടിയും പെട്ടെന്ന് ഇവളെ കണ്ട് ഓടിക്കൊണ്ട് വന്ന് ഇവളെ ഹഗ് ചെയ്ത് അമ്മ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു, അമ്മ എന്നെ മിസ് ചെയ്തോ എന്ന് ചോദിച്ച് ഭയങ്കര പരിചയമുള്ള രീതിയിലും ഇവളെ അമ്മയാണെന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അതും കൂടി കണ്ട് ഇവള് നന്നായിട്ട് തന്നെ പേടിക്കാണ്. ആ ടൈമിൽ ഇവിടെ യു റേസിംഗിൽ പങ്കെടുത്ത് ഇവൻ തന്നെയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇവന്റെ ഫാൻസ് ആയിട്ടുണ്ട്. അവരെല്ലാരും തന്നെ ഇവന്റെ പേര് എടുത്തു പറഞ്ഞ് ഹാർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുള്ളപ്പോഴേക്കും പതിവില്ലാതെ ഇവൻ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ഇവന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. വെൻ തന്നെയാണത്. ഇവര് ഭയങ്കര ശത്രുതയിലാണ് എന്ന കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ അല്ല ഈ പെണ്ണ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, അടിയുണ്ടാക്കാനായിട്ടാണോ, ഇവർ തമ്മിൽ ഇനി ഇവിടെ വെച്ച് സ്റ്റണ്ട് വല്ല നടക്കുക എന്ന രീതിയിലൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത്. അതേപോലെ വെൻ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് യുവിന് മനസ്സിലാവുന്നില്ല. സോ വെൻ പെട്ടെന്ന് ഇവനോട് തനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി വിളിച്ചുകൊണ്ട് വരാണ്. എന്നിട്ട് ആ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേര് സിൻഡ്രാൻ എന്നാണ്. സോ ആ ഒരു പേരിൽ ഒരാളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. അപ്പൊ ഇവളും പെട്ടെന്ന് അവന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഈ കുട്ടിയെ ശരിക്കും നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഇവന് യാതൊരുവിധ പിടിയില്ല. സോ ഇവള് എങ്കിലേ ഇത് നിന്റെ കുട്ടിയാ എന്ന് പറയുമ്പോ നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് എന്താ ഭ്രാന്തായോ, തലയ്ക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഇവളെ വിടുന്നില്ല. ഞാൻ പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യം, അവൻ ഇന്ന് എന്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ് രാവിലെ നടന്ന കാര്യങ്ങൾ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ ഇവളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കുട്ടിയാണെങ്കിൽ ഇവള് നന്നായിട്ട് പെരുമാറാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നു. ഇവൾക്കും എങ്ങനെ അവനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാൻ വയ്യ. സോ എങ്ങനെയൊക്കെ അവനോട് കരച്ചിലടക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് മോൻ ദയവായി ഒന്ന് കേൾക്ക്, മോന്റെ പേരെന്താ, മോന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇവന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ഇവളോട് പറയാണ്. എന്നിട്ട് ഈ വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, ഞാൻ ഈ വീട്ടിൽ അമ്മയോടൊപ്പം ഒരുപാട് തവണ താമസിച്ചിട്ടുണ്ട്, നമ്മളെ ഫാമിലി ആയിട്ട് ഒരുപാട് കളിച്ചിരിച്ച നാളുകളൊക്കെ അമ്മ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ജനിച്ച വർഷം പറയുന്നത് കേട്ട് ഇവള് സ്റ്റെക്കായി പോവാണ്. കാരണം 2031 ജൂൺ 17-ാം തീയതിയാണ് ഇവൻ ജനിച്ചിരിക്കുന്നത്. എന്നാൽ ഇനിയും ആ ഒരു വർഷത്തിലേക്ക് എത്താനായിട്ട് ഇവർക്ക് 5 വർഷം ബാക്കിയാണ്. അപ്പോഴാണ് ഫ്യൂച്ചറിൽ നിന്ന് ഒരു കുട്ടി വന്നു എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവനോടും പറഞ്ഞിട്ട് നീ മര്യാദയ്ക്ക് ഈ കുട്ടിയെ സൂക്ഷിച്ചു നോക്കിക്കോ, ഇത് നിന്നെ പോലെ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവന് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഫീൽ ആവുന്നുണ്ട്, ഇവന്റെ ഒരു ലുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവളോട് നീ ചെല്ലു മോളെ, നീ ഇത് വല്ല ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് വന്നതല്ലേ എനിക്കിട്ട് പണിയാനായിട്ട് എന്ന് ചോദിച്ച് ഇവൻ അപ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമോ പ്രണയമോ വിവാഹമോ ഒന്നും തന്നെ നടന്നിട്ടില്ല. സോ ഇവർക്ക് എങ്ങനെയാണ് കുട്ടി വരുന്നത് എന്ന രീതിയിൽ അവനത് വിശ്വസിക്കുന്നില്ല. അപ്പോ വെന്നും വേറെ വഴിയൊന്നുമില്ലാതെ സത്യം ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവന്റെ തലയിൽ നിന്ന് മുടി വീഴ്തെടുക്കാണ് DNA ടെസ്റ്റ് നടത്താനായിട്ട്. അതും എടുത്തുകൊണ്ട് അവള് നിനക്കെല്ലാം ഉടനെ ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷെ അവൾ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ട് ഇവൻ വളരെ ഷോക്കായിട്ട് ഒന്നും മനസ്സിലാവാതെ ഇവൾക്ക് വട്ടായോ എന്നാണ് ചിന്തിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം പിറ്റേന്ന് ഇവളുടെ വീട്ടിലേക്ക് യുവിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. സിൻഡ്രാനോ ഇവനെ കണ്ട അച്ഛാന്ന് വിളിച്ച് ഓടി അടുത്തേക്ക് വരുന്നു. പക്ഷെ യു അവനെ പിടിച്ച് മാറ്റിയിട്ട് അച്ഛനോ, ആരുടെ അച്ഛൻ, എനിക്ക് വെറും 19 വയസ്സേ ഉള്ളൂ, എന്റെ വെർജിനിറ്റി പോലും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ച് മാറ്റാണ്. സോ ആ ഒരു കൊച്ചു കഴിഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊപ്പം എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഭയങ്കര സെന്റിമെന്റിൽ ചോദിക്കാണ്. അപ്പൊ വെൻ കുട്ടിയോട് വന്ന് മോനോടെ പോയിരിക്കെ, അച്ഛനും അമ്മയ്ക്കും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് മാറ്റുന്നു. എന്നിട്ട് ഇവളുടെ കയ്യിൽ ഇപ്പോൾ ആ ഒരു DNA റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. സോ അത് വായിച്ചിട്ട് ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവരിപ്പോ രണ്ടുപേരും ഇവളെ അമ്മയാണോ അതേപോലെ ഇവൻ ആ കുട്ടിയുടെ അച്ഛനാണോ എന്ന രീതിയിൽ രണ്ടുപേരുടെയും ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. സോ രണ്ടുപേരും റിസൾട്ട് നോക്കുന്നതിന് മുന്നേ നല്ലതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് വേറെ സ്വപ്നമായിരിക്കണേ, ഇവരുടെ കുട്ടി ആവരുത്, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതാവണേ എന്ന രീതിയിൽ. പക്ഷെ രണ്ടുപേരും ആ ഒരു റിസൾട്ട് തുറന്നു നോക്കി വളരെയധികം ഷോക്കായി പോകുന്നു. കാരണം സയന്റിഫിക്കലി ആ സിൻഡ്രാൻ എന്ന് പറയുന്ന കുട്ടി ഇവരുടേതാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അത് ഇവർക്ക്
രണ്ടുപേർക്കും ഉണ്ടായ മകനാണല്ലോ. പക്ഷെ അത് എങ്ങനെയാണെന്ന് ഇവർക്കൊരു പിടിയില്ല. അല്ല, നിന്നെ പോലെ ഒരുത്തനെയൊക്കെ എങ്ങനെ കല്യാണം കഴിക്കുന്നത് തന്നെ മോന്ത കണ്ടില്ലേ എന്ന് പറഞ്ഞു വെന്നു. അതുപോലെ തന്നെ ഇവളെ തിരിച്ച് ഇവളെ കല്യാണം കഴിച്ചാൽ ഇവന്റെ ജീവിതമേ കോഞ്ഞാട്ടയായി എന്ന് പറഞ്ഞ ആ രീതിയിൽ യുവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കരിവാരിത്തേക്കാണ്. ആക്ച്വലി ഇവർ ഒരുമിച്ച് പഠിച്ചവരും അതേപോലെ തന്നെ ഇവരുടെ ഫാമിലീസിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കുടുംബങ്ങളാണ്. സോ വെൻ അപ്പോ യുവിനോട് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ യു ഇവളോട് ഇനി ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് യുവും ഭയങ്കര വാശിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്. പക്ഷെ അപ്പോഴേക്കും സിൻറാൻ ആണെങ്കിൽ അതൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നല്ലേ പെരുമാറിക്കൊണ്ടിരുന്നത്, എന്നോട് വലിയ കാര്യമായിരുന്നു, പിന്നെ എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ ഇവർക്കും ഇവന്റെ മുന്നിൽ വെച്ച് ഇവന്റെ പാരന്റ്സ് ഇല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മോൻ പോയി കിടന്ന് ഇറങ്ങിക്കോ, നമ്മൾ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം, അച്ഛനും അമ്മ ഇതുവരെ സംസാരിച്ച് തീർന്നില്ല എന്ന് പറഞ്ഞ് അവന് നൈസിന് അവിടെ നിന്ന് പറഞ്ഞുവിടാണ്. എന്നാൽ അതിനുശേഷം ഇവർക്കൊരു ബുദ്ധി തോന്നുകയാണ്, എന്തായാലും ഇവരുടെ കല്യാണം ശേഷമുള്ള ലൈഫ് അത്ര നല്ലതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അത് തടയാനായിട്ടായിരിക്കും ഈ ഒരു കുട്ടി ഇപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് ഇവരെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഇവരുടെ ബന്ധം നന്നാക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് മറ്റാരോടും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ വിവാഹത്തിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. സോ ഇതേ വെറുപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹം കഴിക്കേണ്ടി വരില്ല, ഇവർക്കൊരു ഭാവി ഉണ്ടാവില്ല, ആ കുട്ടി ചിലപ്പോൾ തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു രീതിയിൽ നമ്മളിനെ മിണ്ടാനോ കാണാനോ അധികം സംസാരിക്കാനോ ഒന്നും ശ്രമിക്കാത്തത് നല്ലത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും തീരുമാനമെടുത്ത് രണ്ടുപേരും ഓക്കെ പറഞ്ഞു യു അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്ക് സിൻറാൻ ഓടിക്കൊണ്ടുവന്ന് അച്ഛ അമ്മ എനിക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങളും എന്റെ കൂടെ വന്ന് കിടക്ക് എന്ന് പറയാണ്. അത് കേട്ട് ഇവരൊന്ന് ഷോക്കാവുന്നു. പിന്നെ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും ഇപ്പോൾ ആ ഒരു ബെഡിൽ വന്ന് കിടക്കാണ്. നടുക്ക് സിൻറാനും അപ്പുറം ഇപ്പുറമായിട്ട് ഇവരും. സോ ഇവർക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടേണ്ടത് എന്നൊക്കെയാണ് പരസ്പരം മൈൻഡ് വൈസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവനെ ഓർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സിൻറാൻ ഇവളോട് അമ്മ ഒരു പാട്ട് പാട് എന്ന് പറയാണ്. അപ്പൊ ഇവൾക്ക് അതൊന്നും പാടി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ മോനെ റാപ്പ് സോങ് മതിയോ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പാട്ടുകൾ വാരി പാടുകയാണ്. അത് കേട്ട് എന്തായാലും ഈ കുട്ടി ഉറങ്ങാൻ പോകുന്നില്ല. സോ യു അത് മനസ്സിലാക്കിയിട്ട് ഇവൻ തന്നെ നൈസിനെ താരാട്ട് പാട്ടൊക്കെ പാടി സിൻറാനെ ഓർക്കുന്നു. അപ്പോ ഇവൻ ഇത്രയും നല്ല രീതിയിലൊക്കെ പാടാൻ അറിയോ, കുട്ടിയെ ചേക്കേറ് ചെയ്യാനൊക്കെ അറിയോ എന്നാണ് അപ്പോ വെൻ ചിന്തിക്കുന്നത്. സോ അവർ മൂന്നുപേരും അന്ന് നേരെ ഒരുമിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങി പോവാണ്. ആ ജന്മശത്രുക്കളായിരുന്നവരാണ് ആദ്യമായിട്ട് ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങുന്നത്. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. സിൻറാൻ ഇന്നലെ ഇവരുടെ നടുക്കാണ് കിടന്നതെങ്കിൽ ഇവരുടെ തലയ്ക്കുമാട്ടിലാണ് ഇപ്പോൾ അവൻ പോയി കിടക്കുന്നത്. ഇവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചും കിടക്കാണ്. സോ അത് ആദ്യം എഴുന്നേൽക്കുന്ന യുവിന് ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെന്ന് എഴുന്നേൽക്കാണ്. രണ്ടുപേർക്കും ഇവർ അങ്ങനെയാണ് കിടന്നത് എന്നാലോചിച്ച് ഭയങ്കര എന്തോ പോലെ ആവുകയാണ്. രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായി. ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മറ്റേ ആള് ഞാൻ പുറത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ്. അതിനുശേഷം വെൻ ഇവനോട് കുട്ടിയെ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് മാറ്റിക്കോ, ഇവിടെ എപ്പോഴും എന്റെ അമ്മ വരാറുള്ളത്, അതുകൊണ്ട് ഇവിടെ നിർത്തിയാലും ശരിയാവില്ല, നീ ആകുമ്പോൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അതിന് എനിക്ക് കുട്ടിയെ നോക്കാനൊന്നും സമയമില്ല, എനിക്ക് വേറെ പരിപാടിയുണ്ട് എന്ന് പറയുമ്പോൾ ഇവന് നിനക്ക് കണ്ട മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സമയമുണ്ടല്ലേ, സ്വന്തം കുട്ടിയെ നോക്കാനാണല്ലേ സമയമില്ലാത്തത്, എനിക്കും ജോലിക്ക് പോകാനുള്ളതാ എന്ന് പറയുമ്പോൾ ഇവൻ എനിക്ക് പിന്നെ നമുക്കൊരു ഞാനിയെ വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഈ ഒരു കാര്യം പുറത്തിറങ്ങിയാലും ശരിയാവില്ല, കാരണം ഇവർക്ക് 19 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, രണ്ടുപേരുടെ ഫാമിലി അത്യാവശ്യം പുറമെ അറിയപ്പെടുന്നതാണ്. സോ വിവാഹത്തിന് മുന്നേ ഇങ്ങനെ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാരന്റ്സ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നാറ്റക്കേസാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതാരും അറിയാൻ പാടില്ല, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കല്യാണം കഴിക്കേണ്ടി വരും, നിനക്കെന്താ എന്നെ കല്യാണം കഴിക്കാൻ അത്ര താല്പര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനാ എനിക്കെന്തായാലും അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവള് അപ്പൊ എനിക്കും പറ്റില്ല, എനിക്ക് എന്റെ ജോലിയിൽ നല്ല പുരോഗമനം ഉണ്ടാക്കണം, എനിക്കിപ്പോ വിവാഹത്തെക്കുറിച്ചും കുട്ടികളെ നോക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് എനിക്കിപ്പോ വിവാഹവും വേണ്ട കുട്ടികളും വേണ്ട, കുട്ടിയെ നോക്കാനും സമയമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൻ ശരി എനിക്ക് പിന്നെ ഞാൻ കുട്ടി നോക്കിക്കോളാം, അല്ലെങ്കിൽ തന്നെ എന്റെ മകൻ നിന്നോടൊപ്പം വളരണ്ട, നിന്റെ വൃത്തിയുടെ സ്വഭാവം എല്ലാം പഠിച്ചു വെക്കും എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഇവള് അവനിപ്പോ നല്ല രീതിയിലാണ് പെരുമാറുന്നത്, അതെന്തായാലും ഞാനായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് കേട്ട് ഇവളെ പുച്ഛിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷെ ഇവളെ നൈസിന് അതെല്ലാം കൂടി അവന്റെ തലയിൽ കെട്ടിവെച്ചതാണ്. ഇവൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് സുഖമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തില് ഇവളെ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ച് ഇന്ന് എന്റെ വകയാണ് ട്രീറ്റ്, ഞാൻ തന്നെ ചെലവെടുത്തിക്കോളാം, നിങ്ങൾ ക്ലബിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം ആ ഒരു ക്ലബ്ബാണ് കാണുന്നത്. അവിടെ ഒരു പയ്യൻ പാട്ടൊക്കെ പാടി നിൽപ്പുണ്ട്. ആ പയ്യന്റെ പേര് ചെന്നെന്നാണ്. അത് മറ്റാരുമല്ല നമ്മുടെ വെനിന്റെ ഫിയാൻസിയാണ്. ഇവരുടെ എൻഗേജ്മെന്റ് ഒക്കെ ഏതാണ്ട് വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ വെനിനെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇവളോട് വന്നവാ നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പക്ഷെ ഇവള് പോകാൻ തയ്യാറാവുന്നില്ല, അവനോടൊപ്പം പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എന്നാൽ ആ സമയത്ത് അതേ ക്ലബിലേക്ക് യുവും അവന്റെ ഫ്രണ്ടായിട്ടുള്ള മിങ്ങുമായിട്ട് എത്തിയിട്ടുണ്ട്. സോ ഇവരെ തമ്മിൽ പുറമെ എല്ലാവരുടെ ഇടയിൽ വലിയ ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണ നേരിട്ട് കാണുമ്പോൾ കൊമ്പ് ഒരുക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും നല്ല വഴക്കായിട്ട് ബാത്റൂമിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് രണ്ട് വഴിക്കായിട്ട് പോകുന്നു. പക്ഷെ ആ സമയത്ത് ചെന്നിന്റെ അടുത്ത് മറ്റൊരു പെണ്ണ് വന്നിട്ട് വെനിന്റെയും ഇവന്റെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. സോ അവള് ഇവനോട് വന്ന് താല്പര്യം കാണിക്കുന്നത് പോലെയും ഇവൻ അവളോട് താല്പര്യം കാണിക്കുന്നത് പോലെയൊക്കെ നമുക്ക് കാണാം. ആ സമയത്ത് ഇവര് നേരെ ഇവിടെ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവളവന്റെ മെക്കിട്ട് കയറാനായിട്ട് ചെല്ലുമ്പോൾ ഇവളോട് നീ ഒരു കുട്ടിയുടെ അമ്മയല്ലേ, എന്നിട്ടാണ് മറ്റൊരുത്തനായിട്ട് കൊഞ്ചുകൊടയെ നടക്കുന്നത്, അതിനൊക്കെ നിനക്ക് സമയമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് തിരിച്ച് നിങ്ങളൊരു കുട്ടിയുടെ അച്ഛനല്ല, കുട്ടിയെ വീട്ടിലൊറ്റയ്ക്ക് ആക്കിയിട്ടാണോ നിങ്ങൾ ക്ലബിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവൻ എന്തായാലും ഒരു പേടിയും കാണിക്കില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സിൻറാന്റെ അടുത്തുനിന്ന് യുവിന് കോൾ വരികയാണ്. അച്ഛൻ എനിക്ക് പേടിയാവുന്നു, എത്രയും പെട്ടെന്ന് എനിക്ക് അച്ഛനും അമ്മയും കാണണം എന്ന് പറഞ്ഞ് വിളിക്കാണ്.
അതുകൊണ്ട് തന്നെ ഇവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരുമിച്ച് തന്നെ ഇവന്റെ അടുത്തേക്ക് വരുന്നു. ഇവൻ അപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല. സോ വെൻ തന്നെ യുവനെ തട്ടിയ കുട്ടിയുടെ അടുത്തേക്ക് ഇട്ട് അവൻ പോയി ആശ്വസിപ്പിക്കാനായിട്ട് പറയാണ്. ഇവന് വേറെ നിവൃത്തിയില്ലാതെ മോൻ വിഷമിക്കണ്ട, അച്ഛൻ ഒരു കഥ പറഞ്ഞുതരാം, അപ്പൊ മോന് ഉറക്കം വരും എന്ന് പറഞ്ഞ് ഒരു സന്യാസിയുടെ ഒരു ബന്ധവും ഇല്ലാത്തൊരു കഥ പറയാണ്. അത് കേട്ട് കുട്ടി തന്നെ ഇവനോട് അച്ഛാ ഇതൊക്കെ ഒരു കഥയാണോ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് കരയാണ്. പക്ഷെ അതൊക്കെ കേട്ടിട്ട് ഇതൊന്നും നടപടി ആവാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി വെൻ ഫോണിൽ നോക്കിയിട്ട് കുട്ടി എങ്ങനെയാണ് കരയാതെ ഓർക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്ത് ഇവരും അപ്പുറപ്പുറമായിട്ട് കയറി കിടക്കാണ്. കുറച്ച് സമയത്തിനുള്ള തന്നെ സിൻഡ്രാനും ഉറങ്ങിപ്പോകുന്നു. സോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവർക്ക് സക്സസ് ആയിട്ട് അവനെ ഉറക്കാൻ സാധിച്ചല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവരും പരസ്പരം കൈകൊണ്ട് അടിക്കാനൊക്കെ ആയിട്ട് വരുന്നു. എന്നാൽ ശത്രുക്കളാണല്ലോ, ആ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൊണ്ട് തന്നെ അതൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം കുട്ടി ഉറങ്ങിയത് കൊണ്ട് തന്നെ വെൻ യുവനോട് ഞാൻ വീട്ടിലേക്ക് പോവാം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴാണ് ഇവൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഇവര് മുന്നേ തീരുമാനിച്ചാണല്ലോ ഇനി അധികം സംസാരമോ ബന്ധമോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്ന്. പക്ഷെ വേണമെങ്കിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആവാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. പൂർണ്ണമായിട്ടും ഇവർക്ക് അങ്ങനെ അകലം പാലിക്കാൻ പറ്റില്ലല്ലോ, സിൻഡ്രാന്റെ കാര്യങ്ങൾ ഒരുമിച്ചാണ് നോക്കേണ്ടത്. സോ അതുകൊണ്ട് അതിനുശേഷം ഇവൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവരെ തലേന്ന് നൈറ്റ് ഒരുമിച്ചായിരുന്നല്ലോ 3 പേരും ഉണ്ടായിരുന്നത്. സോ ആ ഒരു ബെഡ് കാണുമ്പോൾ ഇവൾക്ക് എന്തോ മിസ്സിങ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇവൾ പെട്ടെന്ന് അല്ല ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത്, നിനക്കൊരു ഫിയാൻസി ഉള്ളതാ, അത് നീ മറക്കരുത്, പിന്നെ നിനക്ക് എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാനും അയാളുടെ കുട്ടിക്ക് ജന്മം നൽകാനൊക്കെ സാധിക്കുന്നത്, അതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് ഇവളെ സ്വയം ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ തലയിൽ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കയറുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ യുവിനെ വന്ന് എഴുന്നേൽപ്പിക്കുന്നത് സിൻഡ്രാനാണ്. പെട്ടെന്ന് ഇവൻ അച്ഛന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ യുവിന് ഓ ഞാനിപ്പോ ഒരു അച്ഛനായല്ലേ, എത്ര പെട്ടെന്നാ ഞാനൊരു അച്ഛനായത് എന്നാണ് ഇവന്റെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ഇവൻ അച്ഛൻ പദവി സ്വീകരിക്കേണ്ടി വന്നത്. എന്നിട്ട് ഇവൻ സിൻഡ്രാനോട് വാമോനെ ഞാൻ നിന്നെ കുളിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സിൻഡ്രാൻ അച്ഛാ ഞാൻ ഓൾറെഡി കുളിച്ചു കഴിഞ്ഞു, എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ അറിയാം, എനിക്ക് 5 വയസ്സാ, അച്ഛനത് മറന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇത്രയും പക്വതയോടുകൂടി പെരുമാറുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നാണ് യു ചിന്തിക്കുന്നത്. അപ്പോഴേക്കും ഇവനെ വെൻ കോൾ ചെയ്തിട്ട് ഞാൻ വിളിച്ചത് വേറൊന്നിനല്ല, നീ ഉച്ചവരെ കിടന്നുറങ്ങുന്നവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കുട്ടിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ, നേരത്തെ കാലത്ത് എഴുന്നേറ്റ് കുട്ടിക്ക് വല്ല ഉണ്ടാക്കി കൊടുക്കുന്നത് പറയാനാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ അയ്യോ അതെന്താ എനിക്കറിയാൻ പാടില്ലേ, എന്റെ കുട്ടി ഞാൻ എന്തായാലും പട്ടിണിക്ക് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അതിന് ആരുടെ ഉപദേശം എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ്. അതിനുശേഷം ഇവൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും സിൻഡ്രാൻ അത് ഭയങ്കര ഒറ്റയ്ക്ക് അവൻ തന്നെയാണ് കഴിക്കുന്നതൊക്കെ. സോ ഈ ഒരു കുട്ടി എങ്ങനെയായിരിക്കും ഇത്രയും വിവേകപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പെരുമാറാനൊക്കെ സാധിക്കുന്നത്, ഇവൻ എന്തായാലും എന്റെയും വേനിനെയും കുട്ടിയായ സ്ഥിതിക്ക് അവൾ എന്തായാലും ഇവനെ സ്വഭാവങ്ങളൊന്നും പഠിപ്പിക്കാൻ ഒരു സാധ്യതയില്ല, ഞാൻ തന്നെയായിരിക്കും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്ന് ഭയങ്കര അന്തസ്സിലും പെരുമയിലൊക്കെ സ്വയം പുകഴ്ത്തി ചിന്തിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഇവന്റെ അച്ഛൻ ഇവനെ വിളിച്ചിട്ട് നീ എന്താ കമ്പനിയിലേക്ക് വരുന്നില്ല, നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് എന്തൊക്കെയോ അത്യാവശ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ നീ ഇന്ന് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നിരിക്കണം, ഇവിടെ ഇന്ന് പ്രോജക്ട് മാനേജർ വരുന്നതാ, ചില ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, എത്രയും പെട്ടെന്ന് കമ്പനിയിൽ എത്തിയിരിക്കണം, നീ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വരും, അത് ഓർത്തോണം, നിനക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയാണ്. ഇവൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇവന്റെ അച്ഛനോടൊപ്പം ബിസിനസ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പോലെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വലിയ പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ലൈഫ് കൊണ്ടുപോവാണ്. സോ അച്ഛനപ്പം അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇവന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ. സോ സിൻഡ്രാനെ തൂക്കിയെടുത്ത് കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് മാസ്കും തൊപ്പിയൊക്കെ വെച്ചിട്ട് അത് ഇവന്റെ കുട്ടിയാണെന്ന് ചിലപ്പോൾ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിനെ ഇടവരുത്തരുത് എന്ന രീതിയിൽ ആണ് ഈ ഒരു ഗെറ്റപ്പ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ കറക്റ്റ് ഇവന്റെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. സോ അച്ഛന്റെ മുന്നിലോട്ട് എന്തായാലും കുട്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പക്ഷെ സിൻഡ്രാൻ ഓൾറെഡി തന്നെ ആ മുത്തശ്ശനെയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛാ എനിക്ക് മുത്തശ്ശനോട് ഹലോ പറയണം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇവനോട് മോനെ ഇപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് പിന്നെ ആവാം, എനിക്കിപ്പോ മുത്തശ്ശനായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, മോൻ ബുക്കൊക്കെ വായിച്ച് എന്റെ ക്യാബിനിൽ തന്നെ ഇരുന്നോണം, അവിടെ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിയേക്കരുത്, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവനെ ഇവന്റെ ഓഫീസിലാക്കിയിട്ടാണ് യു ഇപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് യു ഇരിക്കുന്നത്. അച്ഛനും അത് നോട്ട് ചെയ്യുന്നുണ്ട് ഇവൻ വാച്ച് നോക്കിയിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഇവൻ നോക്കുമ്പോൾ സിൻഡ്രാൻ ഇവന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുകയാണ്. അത് മാസ്ക് ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. അത് ആളുകൾ കണ്ടാൽ വലിയ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഇവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അച്ഛൻ എനിക്ക് ബാത്റൂമിൽ പൊക്കോളാം അർജന്റ് ആണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. സിൻഡ്രാനും ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വന്നത് ബാത്റൂമിൽ പോകാൻ തന്നെയാണ്. പക്ഷെ ആ ഒരു കൊച്ചുകുട്ടി അവിടുത്തെ സ്റ്റാഫ് നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. മാത്രമല്ല യു അങ്ങോട്ടേക്ക് ഈ ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നതും ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ യു ആയിട്ട് ഈ ഒരു കുട്ടിക്ക് സമയമുള്ളത് കൊണ്ട് തന്നെ ഇതിനി സാറിന്റെ കുട്ടിയായിരിക്കാം, അല്ല ഇത്രയും വലിയ കുട്ടി എങ്ങനെ ഉണ്ടാവുക, ഇനി ചാരസന്ധതി വല്ലതും ആണോ എന്ന രീതിയിലേക്ക് അവിടെ ഒരു ടോക്ക് തുടങ്ങുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അയ്യോ ഇവനെ പോയി പിടിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം എന്ന് പറഞ്ഞ് മാസ്കും തൊപ്പിയൊക്കെ വെച്ച് എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ഇവന്റെ അച്ഛനത് പിടികൂടുകയാണ്. ആരുടെ ഇടയിക്കുട്ടി എന്ന് ചോദിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവൻ അങ്ങോട്ട് അച്ഛാ ഇതെന്റെ ഫ്രണ്ടിന്റെ കുട്ടിയാ, അവന് ജോലി തിരക്കായിട്ട് എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചത്, എനിക്ക് അവനോട് നോ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കുറച്ച് സമയത്തേക്ക് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചോദിക്കാൻ വരുന്ന ചോദ്യത്തിന് ഒന്നും മറുപടി പറയാൻ നിൽക്കാതെ കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പൊ സിൻഡ്രാനും ഇവനോട് അല്ല അച്ഛാ മുത്തശ്ശനോട് എന്താ എന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മോനെ അതുവിനെ 2 ദിവസം കൂടെ അച്ഛൻ ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം വേണ്ട എന്ന് പറയുമ്പോൾ ഇവൻ വേറൊന്നും ചോദിക്കുന്നില്ല. എങ്കിൽ പിന്നെ എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റോ, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് കൊടുക്കുന്നു. സോ സിൻഡ്രാനും ഇവളെ വിളിച്ചിട്ട് അമ്മയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, എന്നെ കാണാൻ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പിന്നെ എനിക്ക് നിന്നെ കണ്ടോളാൻ വയ്യ മോനെ, പക്ഷെ എന്ത് ചെയ്യണം അമ്മയ്ക്ക് ജോലിയല്ലേ എന്ന് പറയുമ്പോൾ ഇവൻ
എനിക്ക് എന്ന് തന്നെ അമ്മയെ കാണണം, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവളും കുട്ടിയുടെ വാക്ക് ഭയങ്കര ഇതായിട്ട് എടുത്തിട്ട് ഇവനെ കൂളാക്കുന്ന വിധമൊക്കെയാണ് സംസാരിക്കുന്നത്. മോനെ അവിടെ വെയിറ്റ് ചെയ്യും, അമ്മ എത്രയും പെട്ടെന്ന് വരും, അമ്മ താമസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊഞ്ച് ഇവനോട് സംസാരിക്കുമ്പോൾ അതൊക്കെ കേട്ടിട്ട് അയ്യേ ഇതെന്ത് ക്രിഞ്ചാണ് എന്ന രീതിയിലാണ് യുവിന് ഫീൽ ആവുന്നത്. സോ അതിനുശേഷം സിൻഡ്രാൻ ഇവളെ വിളിച്ചതുകൊണ്ട് തന്നെ ഇവളും ഇപ്പോൾ യുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത യു ഇവളോട് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് എന്റെ ആയുസ് കുറയ്ക്കുന്ന എന്റെ മനസ്സ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവള് അല്ലെങ്കിലും നല്ലവന്മാരല്ലാത്തവരോ പെട്ടെന്ന് മരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നു. അപ്പൊ ഇവൻ നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് പിന്നെ എന്റെ മകനെ കാണാൻ ഞാനല്ലേ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞിട്ട് കയറി പോവാണ്. അപ്പൊ ഇവൻ വെറുതെ ഞാനില്ലാതെ എന്തായാലും നിനക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ പറയാണ്. ഇവളം സിൻഡ്രാന്റെ അടുത്തേക്ക് വന്ന് മോനെ അമ്മ വന്നു, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനും അച്ഛൻ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നോ, എന്നിട്ട് അച്ഛന്റെ കമ്പനിയിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് മുത്തശ്ശനെ കണ്ടതാ, പക്ഷെ അച്ഛൻ എന്നെ മുത്തശ്ശനോട് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെ വള്ളി തെറ്റാതെ എല്ലാം ഇവളോട് പറഞ്ഞു കൊടുക്കാണ്. ഇവളെ മുന്നേ തന്നെ ഇവനോട് പറഞ്ഞതാണല്ലോ ഈ ഒരു കാര്യം ആദ്യം പുറത്തറിയാൻ പാടില്ലെന്ന്. സോ ഇപ്പൊ ഇവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നെ കുട്ടിയെ കൊണ്ടുപോയി എന്ന് കേട്ട് നിനക്കെന്ന് ഇത്ര ബുദ്ധിയില്ലേ, ഇത് അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന നിനക്കൊന്ന് ചിന്തിച്ചൂടെ, നീ ഇത്ര ഫൂൾ ആയി പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ എന്തായാലും കണ്ടെത്തിയില്ലല്ലോ, കണ്ടെത്താത്തത് കൊണ്ടല്ലേ നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും എന്തായാലും ജോലിയുണ്ട്, അതുകൊണ്ട് കുട്ടി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. സോ ഞാനൊരു ആന്റി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഞാനായിട്ട് അവര് നാളെ വരും എന്ന് പറയുമ്പോൾ ഇവളുടെ പെർമിഷൻ ഇല്ലാതെ അത് ചെയ്തത് കൊണ്ട് തന്നെ നീ എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ ചെയ്തു വിടുന്നത്, നിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അവർ പോയപ്പോൾ വെളിയിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഒരു കുഴപ്പമില്ല, അവര് വളരെ നല്ല വ്യക്തിയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം രഹസ്യമായിട്ട് കൊണ്ടുപോയിക്കോളും, അതോർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ അത്രയും കെയർഫുൾ ആയിട്ട് കണ്ടുപിടിച്ചതാ എന്ന് പറയുമ്പോഴും ഇവൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, അതത്ര വിശ്വാസമാവുന്നില്ല, പ്രത്യേകിച്ച് ഇവൻ ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായി വരുന്നത് വിളിച്ചു പറയുമ്പോൾ സിൻഡ്രാൻ അത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന് അച്ഛാ അമ്മ നിങ്ങൾ വഴക്കിടാണോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവരൊന്നായിട്ട് ഇല്ല മോനെ ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നതാ എന്ന് പറയുമ്പോൾ ഇവൻ അല്ല നിങ്ങൾ ശരിക്കും വഴക്കിടാ, എന്താ നിങ്ങൾ ഇനി ഡിവോഴ്സ് ആവാൻ വല്ലതും പോവുകയാണോ, മുൻപ് വീട്ടില് കയറി വരുമ്പോൾ തന്നെ ഭിത്തിയിൽ വലിയ നിങ്ങളുടെ വിവാഹ ഫോട്ടോ തൂക്കി വെച്ചിരുന്നതല്ലേ, ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ പോലും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കാണ്. ഇവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്ന വ്യക്തിയാണല്ലോ, സോ ഇവരുടെ വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇവർക്ക് ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് ബോധം വരുന്നത് പോലും. സോ പെട്ടെന്ന് ഇവന്റെ കരച്ചിൽ മാറാനായിട്ട് അയ്യോ മോനെ വിവാഹ ഫോട്ടോ കുറച്ച് നാളോ മുന്നേ തകർന്നു പോയതല്ലേ, നീ അത് മറന്നോ, അതിനെ ശരിയാക്കാനായിട്ട് ഏൽപ്പിച്ചേക്കാം, ഉടനെ തന്നെ കിട്ടും, അത് കൊണ്ടുവന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ തൂക്കും, നീ വിഷമിക്കേണ്ട, പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വളരെ സ്നേഹത്തില എന്ന് പറഞ്ഞ് ഇവളെ അടുത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കാണ്. അപ്പോൾ സിൻഡ്രാനും എങ്കിൽ പിന്നെ കൊള്ളാം, പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരണം, ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്യും, അച്ഛനെ ഒരുപാട് മിസ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവളും ആയിക്കോട്ടെ ഞാൻ വരാൻ മോനെ എന്ന് പറഞ്ഞിട്ട് അവനോട് കളിക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. സോ ഇവർക്കിപ്പോൾ എന്തായാലും ഒരു ചെറിയ ബോധം വന്നിട്ടുണ്ട്, രണ്ടുപേർക്കും ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ ഫുൾ സമയം ഇരിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ കമ്പനി സ്ഥലത്തേക്കൊന്നും കൂട്ടിക്കൊണ്ട് പോകാനും പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇവർക്ക് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ഇവളും പൂർണ്ണ സമ്മതം ഇവനോട് പറയാണ്. എന്നാൽ അപ്പോഴും സിൻഡ്രാൻ ഭയങ്കര മൃദുവായിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണല്ലോ, വളരെ ശാന്ത സ്വഭാവക്കാരനാണ്, അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയായിരിക്കും ഇങ്ങനെ ആയത്, ഇവര് രണ്ടുപേരും ആയിരിക്കും അവനെ ആ ഒരു സ്വഭാവങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്നാണ് യു ഇപ്പൊ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഭാവിയിൽ പ്രണയത്തിൽ ആകേണ്ടവരാണല്ലോ, അതിനർത്ഥം അങ്ങനെ ആയിരിക്കോ, ഇവളെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷെ എന്ത് വന്നാലോ നടക്കാൻ പാടില്ല, അത് നടക്കാനേ പാടില്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവനതിന് വലിയ വില കൊടുക്കുന്നില്ല. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഇവരെ ഏർപ്പാട് ചെയ്ത ആ ഒരു നാനി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇവരുടെ വീട്ടിലേക്ക് എത്താണ്. യുവും ഇവരുടെ അടുത്ത് നിന്ന് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത് അതിൽ ഒപ്പിടിപ്പിക്കുന്നു. ഇവിടെ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ അവരും സമ്മതിച്ച് ഒപ്പിട്ട് സിൻഡ്രാനെ കാണിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഇവൻ ഓൾറെഡി തന്നെ ഈ ഒരു ആന്റി അറിയാം, കാരണം ഭാവിയിലും ഈ ഒരു ആന്റി തന്നെയാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, ഇവന്റെ നാനിയായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇതിനു മുന്നേ ഇവരറിയാവുന്നതെന്ന്. ഇവർ ഫസ്റ്റ് ടൈമാണ് ഇവനെ കാണുന്നത്. യുവനൊന്നും മനസ്സിലാവാതെ മോനെ നിനക്ക് ഈ ആന്റി നേരത്തെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അച്ഛൻ പൊട്ടനാണോ, ഈ ആന്റി നമ്മളോടൊപ്പം വർഷങ്ങളായിട്ടുള്ളതല്ലേ, അച്ഛൻ എങ്ങനെ മറക്കാൻ സാധിക്കും, ഒരിക്കലും അമ്മയുടെ അച്ഛനെ കണ്ണൊട്ടിച്ച് ഞാൻ ഫ്രണ്ട്സിനോട് പുറത്തിറങ്ങി പോയപ്പോ നിങ്ങൾ തന്നെയല്ലേ പിന്നെ ഈ ആന്റി എന്നെ നോക്കാനായിട്ട് ഏർപ്പാട് ചെയ്തത് എന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ഓ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ എന്ന് ഇവൻ ചിന്തിക്കുന്നത്. എന്നിട്ട് സിൻഡ്രാൻ ഞാൻ അമ്മയെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇന്ന് ചിലപ്പോൾ അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും, ഇപ്പൊ വിളിക്കേണ്ട മോനെ നീ മെസ്സേജ് അയച്ചു നോക്ക്, റിപ്ലൈ വരുമ്പോൾ ഞാൻ കാണിച്ചു തന്നേക്കാം എന്ന് പറയുമ്പോൾ ഇവനും അമ്മ എവിടെയാണ്, ഞാൻ അമ്മ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വോയിസ് അയക്കാണ്. പക്ഷെ അവളപ്പോൾ അത് കാണുന്നില്ല, റിപ്ലൈ അയക്കുന്നില്ല. എന്നാൽ അവളുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇവൻ എങ്ങനെയാണ് മനസ്സിലായെന്നാണ് ഇപ്പോൾ യു ചിന്തിക്കുന്നത്. ഇവനോട് ആ ഒരു കാര്യങ്ങളൊന്നും അവളെ ഷെയർ ചെയ്തിട്ട് പോലില്ല, പക്ഷെ യാദൃശ്ചികമായിട്ട് ഇവന്റെ മനസ്സിലേക്ക് അപ്പോൾ കയറി വരുന്നതാണ് അവളിപ്പോൾ ബിസി ആയിരിക്കുമെന്ന്. വെന്നും സ്വന്തമായിട്ട് കമ്പനിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് സിൻഡ്രാന്റെ വോയിസ് കേൾക്കുന്നത്. സോ അതൊക്കെ കേൾക്കുമ്പോൾ ഇവളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇവന്റെ യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് നിനക്ക് എത്തിച്ചൂടെ, ഈ ഫേക്ക് ദമ്പതികളായിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് എന്തിനാ ഇവനെ പറഞ്ഞയച്ചത്, ഇത്രയും നല്ലൊരു കുട്ടിയെ പറഞ്ഞയച്ചത് എന്നാണ്. എന്നിട്ട് അവനെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ തന്നെ എന്റെ ബേബിയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്,
ലവ് യു ഉമ്മ എന്ന് പറഞ്ഞ് ഒരു വോയിസ് അയക്കാണ്. പക്ഷെ അത് ഓഫീസിൽ മീറ്റിംഗിലിരിക്കുന്ന സമയത്താണ് യുവിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഓർക്കാതെ അവൾ എന്താണ് അയച്ചത് എന്ന് നോക്കാനായിട്ട് ഇവൻ ആ ഒരു വോയിസ് എടുത്ത് പ്ലേ ചെയ്യുന്നു. പക്ഷെ ഫോണിൽ നല്ല സൗണ്ടിലാണ് അത് പ്ലേ ആവുന്നത്. അവിടെയുള്ള എല്ലാവരും അത് കേൾക്കുന്നു. ബേബി ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അതിൽ വോയിസ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവൻ എല്ലാവരുടെ മുന്നിൽ നന്നായിട്ട് ചമ്മുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ എങ്ങനെയൊക്കെ അത് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നു. പക്ഷെ അച്ഛൻ അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവനോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അച്ഛാ അത് പിന്നെ അത് ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാ, വേറൊന്നുമല്ല എന്ന് പറയാണ്. അപ്പൊ അച്ഛൻ അവനോട് മോനെ നിന്റെ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്കറിയാം നിന്റെ ചുറ്റികളൊക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ചുറ്റികളെയൊക്കെ, എല്ലാം നല്ലതാ. പക്ഷെ നിന്റെ പ്രായം കൂടെ നീ ഓർക്കണം. നീ ഒരു അപവാദങ്ങളും ഉണ്ടാക്കാൻ പാടില്ല, അതിനൊന്നും നീ ഇടവരുത്തരുത്, ആരെ കൊണ്ട് മോശം അഭിപ്രായം പറയിപ്പിക്കരുത്, അതിലൊരു ശ്രദ്ധ വേണം, ബാക്കിയെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് ഇറങ്ങി പോവാണ്. പക്ഷെ ഓൾറെഡി തന്നെ ഇവൻ അപവാദത്തിൽ പെട്ട് കഴിഞ്ഞല്ലോ, അത് അച്ഛൻ അറിയുന്നില്ല. സോ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിക്ക് അത് വലിയ നാണക്കേടുണ്ടാക്കും, ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കെയർഫുൾ ആവണം, അച്ഛന്റെ കണ്ണിലൊന്നും പെടാനേ പാടില്ല എന്ന് പറഞ്ഞ് 19 വയസ്സുള്ള ഇവന് 5 വയസ്സുള്ള മകനുണ്ടെന്ന് അറിഞ്ഞാൽ എന്ത് വലിയ നാണക്കേടാന്ന് ആലോചിക്കാമല്ലോ. പ്രായപൂർത്തി ആവുന്നതിന് മുന്നേ തന്നെ അച്ഛനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഈ കാര്യം പുറത്താരും അറിയരുത്, അത്രയും കെയർഫുൾ ആയിരിക്കണം എന്നിവൻ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ വെനിന്റെ അടുത്തിപ്പോ ഇവളുടെ അമ്മ എത്തിയിട്ടുണ്ട്. സോ അമ്മ ഇവളോട് നാളെ കഴിഞ്ഞ മറ്റന്നാള് യുവിന്റെ ഫാദറിന്റെ ബർത്ത്ഡേ ആണ്, ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിലേക്ക് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവര് ഫാമിലി ഫ്രണ്ട്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മ ഇവളെ ഫിയാൻസി ആയിട്ടുള്ള ചെന്നിനെയും കൂട്ടി തന്നെ ആ ഒരു ഫംഗ്ഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ചെന്നിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം മോളെ എന്നൊക്കെ അമ്മ ഭയങ്കര ഇതിൽ പറയുമ്പോ ഇവള് അവൻ അത്ര ആവലാതെ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് നേരിട്ട് തുറന്നു പറഞ്ഞാൽ പോരെ, അമ്മയോട് പറയുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അത് പിന്നെ ചിലപ്പോൾ നീ ദേഷ്യപ്പെടുന്ന വിചാരിച്ചിട്ടായിരിക്കും, നിന്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നിനക്ക് ചെന്നോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലെന്നാ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ മോളെ, നീ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിന്റെ ഫീലിംഗ്സ് ചേഞ്ച് ആവും, നിന്റെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും, നിന്റെ ചിന്തകളിൽ മുഴുവൻ ആ വ്യക്തിയായിരിക്കും, അത് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല, അപ്പൊ കൂടെയുള്ളവരെ നീ അവഗണിക്കും എന്ന രീതിയിലേക്ക് അമ്മ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആ സമയത്ത് ഇവളുടെ മൈൻഡിലോട്ട് ഫുള്ള് കടന്നു വരുന്നത് യുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അത് എങ്ങനെയാണ് എന്താണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ മതി നിർത്ത്, അമ്മയുടെ പ്രശ്നം എന്താ, ഞാനിപ്പോ ഫംഗ്ഷനിലോട്ട് ചെന്നൈനെയും കൂട്ടിക്കൊണ്ട് പോകണം, അതല്ലേ വേണ്ടത്, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് യുവിന്റെ ഫാദറിന്റെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്. അങ്ങോട്ടേക്ക് വെന്നും ഇവളുടെ ഫിയാൻസി ആയിട്ടുള്ള ചെന്നൈനെയും കൂട്ടി എത്തിയിട്ടുണ്ട്. അതേ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ മുന്നേ കണ്ടിരുന്നല്ലോ, ചെന്നൈനോട് കൊഞ്ചി കഴിയുന്ന ഒരു പെണ്ണ്, ആ ഒരു പെണ്ണും എത്തിയിട്ടുണ്ട്. അവള് യുവിന്റെ ഒക്കെ ഫ്രണ്ട് ആണല്ലോ, സോ ആ ഒരു രീതിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അവൾക്ക് ചെന്ന അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് നല്ല സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല വെന്നിന്റെ ഫിയാൻസി ആയിട്ടാണല്ലോ ഈ ഒരു ഫംഗ്ഷനിലൊക്കെ എത്തിയിരിക്കുന്നത്. സോ ഇവള് നല്ലൊരു പാർട്ട്ണറെ നല്ല സമയത്ത് തന്നെ കണ്ടെത്തിയതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ് യുവിന്റെ ഫാദറും ഇവളെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കാണ്. പക്ഷെ അത് യുവിനൊട്ടും പിടിക്കുന്നില്ല. എന്നാൽ അപ്പോൾ അത് കേട്ട യുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മിങ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിനക്ക് ഈയിടെയായിട്ട് വല്ലാത്ത ബിസിയാണല്ലോ, എന്തെങ്കിലും നല്ല വാർത്തയുണ്ടോ എന്ന രീതിയിൽ, അതായത് ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന രീതിയിൽ ചോദിക്കാണ്. മിങ്ങിനും അറിയില്ല യുവിനൊരു മകനുണ്ട് എന്ന കാര്യങ്ങളൊന്നും. സോ ആ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ യു എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ എന്റെ ജോലി കാര്യത്തിൽ വളരെ ബിസിയാണ്, ഞാനിപ്പോഴും ചെറുപ്പമല്ല, റിസ്ക് എടുക്കേണ്ട സമയമാണ്, പൈസ ഉണ്ടാക്കേണ്ട സമയമാണ്, എനിക്ക് 30 വയസ്സ് തികയുന്നത് വരെ വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നതേ ഇല്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതില്ല, ഞാൻ എന്റെ കരിയറിലാണ് ഫോക്കസ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ട് വെൻ ഇവളുടെ മൈൻഡ് വോയിസിൽ പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് ചിന്തിക്കാണ്. 30 വയസ്സ് വരെ നിങ്ങൾ വിവാഹം കഴിക്കാതെ കാത്തു നിൽക്കുമായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ നിന്ന് 5 വയസ്സുള്ള ഒരു മകൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് എന്നാണ് ഇവള് ചോദിക്കുന്നത്. അതേ ചോദ്യം ഇവന് മൈൻഡ് വോയിസിലൂടെ മനസ്സിലാവുന്നുണ്ട്. കുട്ടി ആരാ പ്രസവിച്ചത്, ഞാനല്ലല്ലോ എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് മൈൻഡ് വോയിസിൽ അപ്പോഴും സംസാരിക്കാണ്. അതിനുശേഷം ആ ഒരു ഫംഗ്ഷനൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യു പുറത്തുനിന്ന് നിൽക്കാണ്. ആ ടൈമിൽ ഇവന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഒരു മകള് ഇവന്റെ അടുത്തേക്ക് വന്ന് ഏത് തരത്തിലുള്ള പെൺകുട്ടിയാണ് നീ ഗേൾ ഫ്രണ്ട് ആക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് ഇവനോട് താല്പര്യമുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് യുവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല, എന്തായാലും നമ്മൾ തമ്മിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല, നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം അനുസരിച്ച് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ദയവേത് നീ എനിക്ക് വേണ്ടി സമയം കളയരുത് എന്ന രീതിയിൽ പറയുമ്പോൾ ആ ഒരു പെണ്ണിന്റെ ഭയങ്കര ദേഷ്യമായിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ അപ്പോഴേക്ക് അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും യുവിന്റെ അടുത്തേക്ക് വെൻ വരാണ്. എന്തൊരു വൃത്തിയായിട്ട് സ്വഭാവം, വർഷങ്ങളായിട്ട് നിന്റെ ഈ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ യു അത് കണ്ട് അയ്യോ പാവം, വർഷങ്ങളായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒളിച്ചെടുക്കുന്ന നിന്റെ ഈ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഇവര് സെയിം സ്കൂളിലും ക്ലാസ്സിലൊക്കെ ആണല്ലോ പഠിച്ചത്. ആ സമയത്ത് പല പെൺകുട്ടികളും യുവിനെ പ്രപ്പോസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഒരു ദിവസം ഇവനോട് ഒരു പെൺകുട്ടി വന്ന് പ്രപ്പോസലൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കാണ്. യു അന്നും ആ ഒരു കുട്ടിയെ റിജക്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇവളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം കറക്റ്റ് അത് യുവും കാണുന്നുണ്ട്. സോ ആ രീതിയിലാണ് ഇവർ രണ്ടുപേരും അന്നത്തെ ആ ഒരു സ്വഭാവം ഇതുവരെയും മാറിയിട്ടില്ലല്ലോ എന്ന് പരസ്പരം ചോദിക്കുന്നത്. അപ്പോൾ വെന്നവനോട് ഞാൻ ഇതുവഴി വെറുതെ ഒന്ന് പോയതാ, അല്ലാണ്ട് നിന്റെ വൃത്തിയുടെ ടോക്കൊന്നും കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നതല്ല എന്ന് പറയാണ്. എന്നിട്ട് അല്ല എപ്പോഴും ഇങ്ങനെ പെൺകുട്ടികളെ റിജക്ട് ചെയ്താലേ എങ്ങനെ ശരിയാവും, ഏതെങ്കിലും ഒരെണ്ണത്തിനെ കെട്ടണ്ടേ,
ഈ ഒരു പെണ്ണാകുമ്പോ നിങ്ങളുടെ ഫാമിലി ആയിട്ട് നല്ല മാച്ച് ആയിരുന്നു, അവളുടെ ഫാമിലി നന്നായിട്ട് ഉയർന്നു വരുന്നതല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവളെ സ്വീകരിച്ചുകൂടായിരുന്നോ, ഗേൾ ഫ്രണ്ട് ആക്കിക്കൂടായിരുന്നോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇവളോട് അപ്പോൾ നീ ചെന്നൈ തെരഞ്ഞെടുത്തതും ആ രീതിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ വിവാഹം കഴിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, എന്റെ കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നത്, പിന്നെ ഫീലിംഗ്സ് തേടി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവളോട് ഫീലിംഗ്സ് ഒരിക്കലും തേടി പോകേണ്ടതല്ല, ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. മറ്റൊരാളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു വികാരമാണ്, അത് തിരഞ്ഞെടുക്കേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവള് ഭയങ്കര ഷോക്കായി പോവാണ്. അത് കേട്ട് ഇവള് ഭയങ്കര സ്റ്റക്കായിട്ട് ഇവനെ തന്നെ നോക്കി നിൽക്കാണ്. കാരണം ഇവളെ തേടി പോകാതെ ഇവളുടെ മനസ്സിലുള്ളത് ഇവൻ തന്നെയാണല്ലോ. എന്നാൽ ആ സമയത്ത് മിങ് യുവിനെ തേടി വരുന്നത് കൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് കാണണ്ട എന്ന രീതിയിൽ പെട്ടെന്ന് വെൻ യുവിനെയും കൂട്ടി അവിടെ കിടന്ന ഒരു മുറിയിലേക്ക് കയറി പോവാണ്. അതുകൊണ്ട് തന്നെ മിങ് ഇവിടെ നോക്കുമ്പോൾ യുവിനെ കാണുന്നില്ല. സോ അവൻ തിരിച്ചു പോകുന്നു. പക്ഷെ ആ ടൈമിൽ ഇവർ രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയോ ഫീലിംഗ്സ് രണ്ടുപേർക്കിടയിലും കടന്നു പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ നോർമൽ ആവുന്നു. മിങ്ങും അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കി ഇവരും പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഈ ഒരു ചെന്നും അതുപോലെ തന്നെ അവനോട് കൊഞ്ചു കഴിയുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളും കൂടെ വളരെ മോശമായിട്ട് നിൽക്കുന്നത് ഇവര് കാണുകയാണ്. അത് കണ്ട് നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും വെനിന് അത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. അവന്റെ ക്യാരക്ടറൊക്കെ ഏകദേശം ഇവൾക്ക് മുന്നേ തന്നെ പിടിയുള്ളതാണ്. പക്ഷെ അപ്പോൾ ഇവളോട് നീ ഇനി അതിന്റെ പിന്നാലെ പോകാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന്റെ ആവശ്യമൊന്നുമില്ല, കണ്ടില്ലെന്ന് നടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് കയറി പോകുമ്പോൾ അവള് അങ്ങനെ അത് വളരെ നിസ്സാരമായിട്ട് എടുക്കുന്ന എന്തിനാണെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. അവളുടെ ഫിയാൻസി ആണല്ലോ. അതിനുശേഷം നമ്മൾ കാണുന്നത് വെൻ ഇപ്പോൾ പിറ്റേന്ന് ചെന്നുമായിട്ട് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ഒരു ക്ലബിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. സോ അവളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഇത്രയും കൂളായിട്ട് അവനോടൊപ്പം നിൽക്കുന്നത് എന്തിനാണെന്നാണ് അത് കണ്ട് ചിന്തിക്കുന്നത്. പക്ഷെ യുവിനെ അവിടെ കണ്ടിട്ടും വെൻ വലിയ മൈൻഡൊന്നും കാണിക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഇവരുടെ ഗ്യാങ്ങുമായിട്ടൊക്കെ ഗെയിംസ് കളിച്ച് ഡ്രിങ്ക്സ് കഴിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ചെന്ന ബാത്റൂം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഉടനെ തന്നെ വെൻ പ്രതീക്ഷിച്ചതുപോലെ ഈ ഒരു പെണ്ണ് എഴുന്നേറ്റ് ഞാൻ പോയി നിങ്ങൾ കഴിക്കാൻ കിട്ടുമോ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. സോ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് പോയതാണെന്ന് ഇവൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇവളുടെ ഫ്രണ്ട്സിനോട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വലിയൊരു സംഭവം കാണിച്ചു തരാം, അത് നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചിട്ട് പുറത്തേക്ക് വരുന്നു. ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാനായിട്ട് ഇയുവും ഇവരോടൊപ്പം തന്നെയുണ്ട്. സോ ഇവളെ നേരെ വന്ന് അവിടെയുള്ള ഒരു മുറി ചവിട്ടി തുറക്കുമ്പോൾ അവിടെ ഇവര് രണ്ടുപേരും ഒരുമിച്ചുള്ളത് കാണാണ്. എല്ലാവരും അത് കണ്ട് വളരെ ഷോക്കായി പോകുന്നു. ചെൻ വെനിന്റെ ഫിയാൻസി ആണല്ലോ, അവരുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചേക്കുന്നതാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെൻ മറ്റൊരു പെൺകുട്ടിയായിട്ട്, അതും ഇവരുടെ ഗ്യാങ്ങിലുള്ള ഒരു ഫ്രണ്ടുമായിട്ട് അവിഹിതം വെച്ച് പുലർത്തുന്നത് ഇവരൊക്കെ കാണുന്നത്. ഇവരിപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത് പോലും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ഷോക്കാവുന്നു. പക്ഷെ അത് കണ്ട് ഇവരെ ഇങ്ങനെ കൈയോട് പൊക്കി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് വെൻ അപ്പോ ഇന്നലെ കണ്ട കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത പോലെ നടിച്ചത് എന്ന കാര്യങ്ങൾ മനസ്സിലാവാണ്. സോ അത് കണ്ട് ഇവളുടെ അടുത്ത് ഭയങ്കര ഒരു ഇംപ്രഷൻ ഇവൻ ഉണ്ടാവുകയാണ്. തെളിവ് സഹിതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് തുറന്നു കാണിക്കുമ്പോൾ ഒരുപാട് സാക്ഷികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവൾക്ക് നൈസിന് ഈ ഒരു വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. പക്ഷെ ഇവളെ ഒരു കാര്യം കൈയോട് പൊക്കിയെന്ന് മനസ്സിലായിട്ട് പോലും ചെൻ പെട്ടെന്ന് ഇവളോട് വന്ന് എനിക്കൊരു അബദ്ധം പറ്റി പോയത്, നീ എന്നോട് ക്ഷമിക്കുക, എനിക്ക് നീ അത് ജീവിക്കാൻ പറ്റില്ല, ഇനി ഞാനത് ആവർത്തിക്കില്ല, നീ വിവാഹം ക്യാൻസൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇവളുടെ കാലി വീഴാണ്. അപ്പോഴും ആ ഒരു പെണ്ണ് ഭയങ്കര ജാടയിൽ തന്നെയാണുള്ളത്. എന്നാൽ വെന്നിന് ഈ ഒരു വ്യക്തി ഇനി ലൈഫിൽ കൂടാനായിട്ട് യാതൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ തന്നെ താല്പര്യമില്ലായിരുന്നു. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു റീസൺ കിട്ടുന്നത് കൊണ്ട് തന്നെ നൈസിനെ ഒഴിവാക്കുന്നു. എന്നാൽ അപ്പോൾ ഇത്രയും നാളെ ശത്രുക്കളാണെന്ന് പരസ്പരം തോന്നിപ്പിക്കാൻ ശ്രമിച്ച ഇവർ രണ്ടുപേരും വെനിനിപ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഇവൾക്ക് വേണ്ടി സംസാരിക്കാണ്. നിന്നെ പോലെ ഒരുത്തൻ ഇവളുടെ ജീവിതത്തിൽ ഇനി ഇല്ലാത്തത് നല്ലത്, ഒരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളായിട്ട് ബന്ധം കൊണ്ടുപോകുന്നവനെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അവിടെ വെന്നിന് വേണ്ടി സംസാരിക്കാണ്. വെൻ പോലും അത് കണ്ട് ഷോക്കാവുന്നു. അപ്പോൾ വെൻ ഈ ഒരു പെണ്ണിനോട് ഞാൻ നിന്നെ എപ്പോഴും ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരുന്നത്, പക്ഷെ നീ എനിക്കിട്ട് ഇങ്ങനെ ഒരു ഭാരം പണിയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവളാ ഫ്രണ്ടോ, നീ എപ്പോഴെങ്കിലും ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ, നിനക്ക് വേണ്ടത് ഒരു വേലക്കാരിയായിട്ട് മാത്രം, അതിനെ നീ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വലിയ നിർവചനം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര അഹങ്കാരത്തിലായിരുന്നു ഇവരോട് പെരുമാറിയിരുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവൾക്കത് ഭയങ്കര വിഷമമാണ്. കാരണം ഇവൾ അങ്ങനെയൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. മാത്രമല്ല ചെന്നൈ ഒരു പെണ്ണിനോട് വെന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ അവിടെ ഇവള് പരസ്യമാക്കാണ്. വെന്നിന് ഒരു ഫീലിംഗ്സ് ഇല്ലാത്തവളാണ്, വികാരം ഇല്ലാത്തവളാണ്, മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ വളരെ മോശമായിട്ട് ഇവളെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു പെണ്ണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാണ്. അത് കേട്ട് ചെന്നും അവളുമായിട്ട് അപ്പോൾ തർക്കാവുന്നുണ്ട്. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ച ആ ഒരു രീതിയിൽ. സോ അവർ തമ്മിൽ അങ്ങനെ അടിപൊളി ആവുന്നത് കണ്ട് അവിടെ ഇവര് ഭയങ്കര പൊട്ടരായിട്ടാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഒരു ബോട്ടിൽ എറിഞ്ഞു വിട്ടിട്ട് മതി നിർത്ത്, നിന്റെയൊക്കെ തെറ്റുകള് സ്വയം ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നേരെ വന്ന് ഈ ഒരു ചെന്നിട്ട് നല്ലത് ഇവള് പൊട്ടിക്കാണ്. ഇനി മുതൽ നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്, എനിക്കിനി നീ എന്റെ യാതൊരുവിധ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണിനോട് ഞാൻ ഒരിക്കലും ആരെയും സെർവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല, ഒരു ബന്ധം തുടങ്ങുന്നതിൽ മുൻകൈ എടുക്കാൻ ഞാൻ വളരെ മോശക്കാരിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നോട് ബന്ധം സ്ഥാപിക്കാൻ വരുന്നവരെ ഞാൻ ഒരിക്കലും അപമാനിച്ചു വിട്ടിട്ടില്ല, നിസ്സാരമായിട്ട് കണ്ടിട്ടുമില്ല, ഞാൻ മാക്സിമം ആ ബന്ധം കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനേ ശ്രമിച്ചിട്ടുള്ളൂ, അത് നിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ എനിക്ക് അത് തെറ്റുപറ്റി പോയത് എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ ഈ വൃത്തികെട്ടവൻ ഒരു നല്ലവനെ അല്ല, അതുകൊണ്ട് ഇപ്പോഴും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ എടുത്ത് വീട്ടിൽ കയറ്റിയേക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അത് ശരിയായിട്ട് തന്നെ ഈ പെണ്ണിനും തോന്നാണ്. കാരണം ഒരു ഒഫീഷ്യൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴാണല്ലോ ചെൻ ഇവളുമായിട്ട് ബന്ധം വെച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ ഇവളെ കുറ്റക്കാരിയാക്കി സംസാരിച്ചതും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അതെല്ലാം ഇവളുടെ തലയിൽ കൊണ്ടിട്ട് ഇവളെ മാത്രം അവിടെ കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ചെൻ
ചെൻ അപ്പോൾ വീണ്ടും വെന്നിന്റെ പിറകെ കാല് പിടിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യു അതിനെ സമ്മതിക്കുന്നില്ല. എന്നിട്ട് യു നേരെ ഇവളുടെ പിന്നാലെ വന്ന അപ്പോൾ നീ മനഃപൂർവ്വമാണല്ലോ ഇന്നലത്തെ ബഹളമൊക്കെ ഒഴിവാക്കിയത്, ഇന്ന് അതുകൊണ്ടുവന്ന് എത്തിച്ച് നൈസിന് വിവാഹബന്ധം വരെ ഇല്ലാതാക്കിയത്, ഇതായിരുന്നല്ലേ അപ്പൊ പ്ലാൻ? ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നിനക്ക് നല്ല വിഷമമുള്ള സ്ഥിതിക്ക് നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ തന്നെ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നത് കേട്ടി ഇവള് എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ധിക്കാരത്തിൽ സംസാരിച്ചിട്ട് പോവാണ്. അപ്പോഴേക്കും മിങ് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇവനോട് വന്ന് അല്ല നിങ്ങൾ ആജന്മ ശത്രുക്കളായിരുന്നില്ലേ, പിന്നെ നീ അവിടെ വെച്ച് ഫെനിനെ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിച്ചത്, നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യു പെട്ടെന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സത്യത്തിന് നിരക്കാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്, അനീതി എവിടെ കണ്ടാലും ഞാൻ പ്രതികരിക്കും, അതുകൊണ്ട് ഞാൻ അവിടെ അവളുടെ പക്ഷത്ത് നിന്നേ ഉള്ളൂ എന്ന രീതിയിൽ പറയുമ്പോൾ മിങ്ങും എങ്കില് കൊള്ളാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്തായാലും ഈ സംഭവത്തോടു കൂടി വെൻ വളരെ നിരാശയിലാണ്. അതിന്റെ കൂടെ ഇതും കൂടെ കണ്ടാല് അവളുടെ കാര്യത്തിൽ തീരുമാനവും എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ വന്നിരിക്കുന്ന ചാറ്റ് എടുത്ത് കാണിക്കാണ്. അതായത് ഇവരുടെ തന്നെ ഗ്യാങ്ങിലെ ഗ്രൂപ്പില് എല്ലാവരും ഇപ്പോൾ ചെൻ വെന്നിനെ ചീറ്റ് ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ട്. വെന്നിന് കാര്യപ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാണ്, അവൾക്ക് ഫീലിംഗ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചെൻ മറ്റൊരു പെണ്ണിനെ തേടി പോയത്, അതുകൊണ്ടാണ് അവളെ തേച്ചത് എന്ന രീതിയിലൊക്കെ വളരെ മോശമായിട്ട് അവളെ കുറിച്ച് എഴുതി വിടാണ്. അത് കേൾക്കുമ്പോൾ യുവിന് ഭയങ്കര ദേഷ്യം വന്ന് മിങ്ങിന്റെ ഫോണാണെന്ന് പോലും നോക്കുന്നില്ല, ആ ഒരു ഫോൺ അവിടെ എറിഞ്ഞു പൊട്ടിച്ചിട്ട് ദേഷ്യത്തിൽ പോവാണ്. എന്നാൽ അതിനുശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ യു സിൻഡ്രാനുമായിട്ട് പാർക്കിലിരിക്കാണ്. ആ സമയത്ത് ഇവനിപ്പോ എന്തൊക്കെയോ ഫീലിംഗ്സ് വെനിനോട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സിൻഡ്രാനോട് മോനെ നിനക്ക് അമ്മ വിളിക്കണ്ടേ എന്ന് അങ്ങോട്ട് ചോദിക്കാണ്. അപ്പൊ ഇവൻ അച്ഛൻ ഇന്നലെ രാത്രി കൂടെ അമ്മയെ വിളിച്ചതല്ലേ, കുഴപ്പമൊന്നുമില്ല പിന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവൻ അതിപ്പോ ഒരുപാട് സമയമായില്ലേ, നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ അച്ഛനമ്മയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനെ സ്വന്തമായിട്ട് വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇവനത് ഭയങ്കര ചമ്മലാവുന്നു. ഇല്ല അത് അങ്ങനെയൊന്നും അല്ല എന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വെന്നായിട്ട് ഇങ്ങോട്ട് വിളിക്കാണ്. സോ ഇവനും ഫോണിൽ സംസാരിക്കാനായിട്ട് സിൻഡ്രാൻ എടുക്കുമ്പോൾ ഇവൻ ഉടനെ തന്നെ അമ്മ അച്ഛൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാണ്. പെട്ടെന്ന് തന്നെ യു അത് കേട്ട് അങ്ങനെയൊന്നല്ല, നീ കുട്ടികൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, ഇവൻ ചുമ്മാ പറയുന്നതാ, പിന്നെ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനൊന്ന് ആഗ്രഹിച്ചു, അത്രേ ഉള്ളൂ, നീ എങ്ങാനും മരിച്ചുപോയാല് കുഞ്ഞിന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് നോക്കണ്ടേ എന്ന രീതിയിൽ ഇവൾ ആ ഒരു വിവാഹബന്ധമൊക്കെ ക്യാൻസൽ ആയതാണല്ലോ, സോ അതിന്റെ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ഇവള് അത് ഓർത്ത് നീ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ആരെയും ഓർത്ത് ചാവാനൊന്നും പോകുന്നില്ല, എന്തായാലും നീ മരിച്ചതിന് ശേഷം ഞാൻ മരിക്കാൻ പോകുന്നുള്ളൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെ കോൾ എടുക്കാൻ പറ്റില്ല, ആ ഒരു വിവാഹബന്ധം ക്യാൻസൽ ചെയ്യുന്ന ഓട്ടത്തിലായിരുന്നു, അതുകൊണ്ട് സിൻഡ്രാന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം നോക്കാൻ പറ്റാതെ പോയത്, നീ എന്തായാലും നന്നായിട്ട് എന്നെ നോക്കിക്കോണം എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ നോക്കാതിരിക്കോ, ഇവൻ എന്റെയും കൂടെ മോനല്ലേ, അല്ല ഇനി നിന്റെ അടുത്ത് ചെന്നന്റെ ഫാമിലി വന്ന് ഈ ഒരു വിവാഹം ക്യാൻസൽ ചെയ്യരുതെന്ന് പറഞ്ഞാലോ നിന്റെയും മൈൻഡൊക്കെ മാറോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് വാക്കിന് വിലയില്ലാതെ ആകുമോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇവൾക്ക് ദേഷ്യം വന്ന് ഇവളെ ഫോൺ കട്ട് ചെയ്തിട്ട് പോവാണ്. പക്ഷെ അവളെ ഇനി ചെന്നന്റെ പിറകെ പോവില്ല എന്ന് ഉറപ്പിക്കാനായിട്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. സോ ആ ഒരു ബന്ധം ബ്രേക്കപ്പ് ആയതില് ഇവന് നല്ല അത്യാവശ്യ സന്തോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് സിൻഡാരോടൊപ്പം കളിക്കാനൊക്കെ കൂടുന്നു. എന്നാൽ അതേ ടൈമില് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇപ്പൊ ചെന്നുള്ളത്. ഇവനിപ്പോ ഇവന്റെ അച്ഛനോ സംതിങ് വിളിച്ചിട്ട് നല്ലോണം തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം യുവിന്റെ ഫാദറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചിട്ട് ഇവനും ആ ഒരു പെണ്ണും പല കാര്യങ്ങളും ചെയ്തിരുന്നല്ലോ, ആ ഒരു വീഡിയോ ഉൾപ്പെടെ ഇവന്റെ ഫാമിലിക്കും അതുപോലെ തന്നെ വെനിന്റെ ഫാമിലിക്കൊക്കെ കൈമാറിയിട്ടുണ്ട്. അത് കൈമാറിയിരിക്കുന്നത് മറ്റാരുമല്ല യു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ പ്രശ്നം സംസാരിച്ച് തീർക്കാൻ പറ്റില്ല. സോറി പറഞ്ഞാൽ പോലും ഇവന് ഇനി ആ ഒരു ബന്ധം വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തില് ഫോൺ വെക്കാണ്. ഇനി എങ്ങനെ അത് പരിഹരിക്കും? വെനിനെ ഇവന് കല്യാണം കഴിക്കാനായിട്ട് ഭയങ്കര താല്പര്യമുണ്ട്, എന്തൊക്കെയോ റീസൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ആകെ ഭ്രാന്ത് പിടിക്കാണ് അത് നടക്കില്ലെന്ന് അറിയുമ്പോൾ. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ഈ ഒരു പാർക്കില് ഇവന് ഓപ്പോസിറ്റ് ആയിട്ട് യു മകനോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുന്നത് ചെൻ കാണുകയാണ്. പക്ഷെ അവര് ഇവനെ കാണുന്നില്ല, എന്നാൽ ഇവൻ കറക്റ്റ് ആയിട്ട് അത് കാണുന്നുണ്ട്. മാസ്ക് ഒന്നും ഇല്ലാതെയാണല്ലോ സിൻഡ്രാ നിൽക്കുന്നത്. സോ യുവിനോടൊപ്പം ആ കുട്ടി ആരാണെന്ന് പെട്ടെന്ന് ഇവന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ ആ ഒരു ഫേസ് കെട്ട് വെച്ചിട്ട് അത് യുവിന്റെ മകനാവാൻ സാധ്യതയില്ല എന്ന രീതിയിൽ ഇവന് ക്ലിക്ക് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ യു എന്തായാലും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, സോ ഇതെന്തായാലും അവിഹിതത്തിലുണ്ടായ ഒരു മകനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരറിയാതെ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പകർത്താനായിട്ട് തുടങ്ങാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ യോവിന്റെ ഫാദറിനോട് ഇദ്ദേഹത്തിന്റെ പാർട്ട്ണറോ സംതിങ് വന്നിട്ട് നമ്മൾ ഇത്രയും നാളെ നല്ല രീതിയിലല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ നിങ്ങളുടെ ഫാമിലിന്ന് ഇത്ര ഒരു ന്യൂസ് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇയാളും നമ്മുടെ യോവിന്റെയും കുട്ടിയുടെയും ആ ഒരു പാർക്കിൽ നിന്ന് കളിക്കുന്ന ഫോട്ടോ അച്ഛൻ പകർത്തിയിരുന്നല്ലോ, ആ ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ മകനാണെന്നും ഇത് നിങ്ങളുടെ മകന്റെ കുട്ടിയാണെന്നൊക്കെയാ പറഞ്ഞ സംസാരം. അങ്ങനെയാണെങ്കിൽ ഇത് വല്ല അവിഹിതത്തിലും ചെയ്തുണ്ടായ കുട്ടി ആയിരിക്കില്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇത്ര ഒരു മോശ കാര്യം പുറത്തു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശ രീതിയിൽ സംസാരിക്കുമ്പോൾ അച്ഛൻ അത് ഭയങ്കരമായിട്ട് കൊള്ളുകയാണ്. കുട്ടിയുമായിട്ട് ഓഫീസിൽ വെച്ച യുവിനെ ഇദ്ദേഹം കണ്ടിരുന്നല്ലോ, പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനൊരു വാർത്ത പ്രതീക്ഷിച്ചില്ല. അന്നേ തന്നെ ഇദ്ദേഹത്തിന് ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരെ യുവിനെ കാണാനായിട്ട് ഇവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ആ സമയം യു അവിടെ ഉണ്ടായിരുന്നില്ല, സെർവന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരും പെട്ടെന്ന് യുവിനെ വിളിച്ചിട്ട് അച്ഛൻ പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കാണ് എന്ന് പറയുമ്പോൾ എന്ത് വന്നാലും വാതിൽ തുറക്കരുത്, കുട്ടിയെ കാണാൻ അച്ഛനെ അനുവദിക്കരുത് എന്നൊക്കെയാണ് യു ഇവരോട് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ അച്ഛൻ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കടന്നു വരുന്നു. അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ്. കുട്ടി എവിടെ എന്ന് ചോദിച്ചാണ് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും സിൻഡ്രാൻ മുത്തശ്ശനെ കണ്ട് ഭയങ്കര സന്തോഷത്തില്
മുത്തശ്ശ ഫൈനലി നിങ്ങൾ എത്തിയല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിക്കാണ്. പെട്ടെന്ന് ആ കുട്ടിയെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒരു കൺഫ്യൂഷൻ ആവുന്നു. പക്ഷെ ഈ കുട്ടിയായിരിക്കും യുവിന്റെ മകൻ എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. എന്നാൽ ഇപ്പോൾ സിൻഡ്രാൻ ഇദ്ദേഹത്തിനോട് മുത്തശ്ശ നിങ്ങൾ ഇത്രയും നാളായിട്ട് എന്നെ കാണാൻ വരാതിരുന്ന എന്താ? നിങ്ങളുടെ ഷോൾഡർ പെയിൻ ഒക്കെ മാറിയോ? അതുകൊണ്ടാണ് വരാതിരുന്നത്. ഇപ്പൊ സുഖമായോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഈ കാര്യം മനസ്സിലാകുന്നതാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിൽ ഇദ്ദേഹത്തിന് അത് കുറച്ച് സാരമായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് ഈ ഒരു ഷോൾഡർ പെയിൻ. പക്ഷേ സിൻഡ്രാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ സാരമായിട്ട് ഇദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ട് ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമൊക്കെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് മനസ്സിലായത് എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ് കടന്നു വന്നതെങ്കിലും കുട്ടിയുടെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു ദേഷ്യം ഭയങ്കരമായിട്ട് മാറുകയാണ്. എന്ത് നല്ലോണം നീ മുതിർന്നവരോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്റെ അച്ഛനും അമ്മയൊക്കെ ഗ്രാൻഡ് പാരന്റ്സിനെ നല്ലോണം നോക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് മുത്തശ്ശ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയോ ആരാണ് എന്റെ അമ്മ എന്നാണ് മുത്തശ്ശൻ അവിടെ ചോദിക്കുന്നത്. പക്ഷെ ഇവൻ അത് പറയാനായിട്ട് വരുന്നു. എന്റെ അമ്മ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് പറയാനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്ക് കറക്റ്റ് യു അങ്ങോട്ടേക്ക് വന്ന് അത് തടയുകയാണ്. പറയല്ലേ എന്ന് പറഞ്ഞ് ഓടി വരുന്നു. സോ ഇവനെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ അച്ഛന്റെ എല്ലാ ദേഷ്യവും വീണ്ടും തുടങ്ങി ഇവനെ തല്ലാനായിട്ട് ഓടിക്കാണ്. നീ ഇങ്ങനെ ഒരു ചീത്ത പേര് എന്റെ കുടുംബത്തിന് വരുത്തി വെക്കുന്ന ഞാൻ വിചാരിച്ചതില്ല. ഞാൻ നിന്നിങ്ങനെയാണോ വളർത്തിയത് എന്ന് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഇവൻ പറയുന്നത് കേൾക്കാനേ അച്ഛൻ നിൽക്കുന്നില്ല. എങ്കിലും ഇവൻ അച്ഛനോട് അച്ഛൻ എനിക്ക് 20 വയസ്സായി, എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം, അച്ഛൻ ഇങ്ങനെ ആവലാത്തി പ്രാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അച്ഛൻ അവിടെയുള്ള ബുക്കെല്ലാം വരി ഇവനെ അറിഞ്ഞിട്ട് നീ മര്യാദയ്ക്ക് പറഞ്ഞോ, ആരെ കുട്ടിയുടെ അമ്മ സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാണ്. പക്ഷെ ഇവൻ എന്തൊക്കെ പറഞ്ഞു അത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടും അച്ഛൻ നിൽക്കുന്നില്ല. നീ കാരണം ഞാൻ എത്രയോ വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതായത് ഒരൊറ്റ വീഡിയോ കാരണം. നീ ഇതുപോലൊരു ചതി എന്നോട് ചെയ്യാൻ ഞാൻ വിചാരിച്ചതില്ല എന്ന് പറയുമ്പോൾ ഇവൻ വീഡിയോയോ? ഏത് വീഡിയോ? അച്ഛൻ എന്ത് കാര്യം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും ഇവൻ അത് കാണിച്ചു കൊടുക്കുന്നു. സോ അത് കണ്ട് ഇവനും ഷോക്കാവുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോയും ഫോട്ടോയൊക്കെ ആര് പ്രദർശിപ്പിച്ചാലും നമ്മുടെ ഫാമിലി അയാളെ എന്തായാലും കണ്ടെത്തിയേ പറ്റു വച്ചാ എന്ന് പറയുമ്പോൾ അച്ഛൻ അതെന്തായാലും ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവനോട് വീണ്ടും ഈ കുട്ടിയുടെ അമ്മ ആരാണ് എന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവനും അച്ഛനോട് സത്യം തുറന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച അച്ഛൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒന്നിനും പോയിട്ടില്ല. ഇതെനിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കുട്ടിയാ. അവനിപ്പോ ഫ്യൂച്ചറിൽ നിന്ന് എന്റെ അടുത്തേക്ക് വന്നതാണ്. ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും തടുക്കാനായിട്ട് എത്തിയതാണ് എന്ന കാര്യം പറയുമ്പോൾ, അതായത് സത്യം പറയുമ്പോൾ അച്ഛൻ അത് വിശ്വസിക്കുന്നില്ല. മോനെ നിനക്ക് എപ്പോഴും ഇത്ര അസുഖങ്ങളൊക്കെ തുടങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. സോ അങ്ങനെയുള്ള അച്ഛൻ്റെ അടുത്ത് ഇനി ഇവൻ അതിനെ വാദിച്ചു നിന്നൊരു കാര്യമൊന്നും ഇല്ലല്ലോ. സോ ഇവൻ വീണ്ടും അച്ഛൻ ആ സത്യം തുറന്നു പറഞ്ഞു. ഞാൻ ഇനി എന്ത് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുമ്പോൾ അച്ഛൻ കുറച്ച് കൂളായിട്ട് എനിക്കൊരു കൊച്ചുമകനായ സ്ഥിതിക്ക് ഞാൻ ഇവനെ ഒളിച്ചു വളർത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്കങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഞാനത് പരസ്യമാക്കാൻ പോവാ. ഇവനൊരു ജാരസന്ധതയല്ലെന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിലും തെളിയിക്കണം. എനിക്ക് എല്ലാവരെയും കാര്യം അറിയിക്കണം. അതിന് ഞാനൊരു വലിയ ഫംഗ്ഷൻ തന്നെ വെക്കാൻ പോവാ എന്ന് പറയുമ്പോൾ, അതായത് ഇവൻ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും അത് ഇവന്റെ അച്ഛൻ സ്വീകരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ യുവന് ഭയങ്കര സന്തോഷമാവാണ്. എന്നാൽ അതിനുശേഷം ആ ഒരു കാര്യം ഇവൻ വെനിനോട് ഒന്ന് പറയുമ്പോൾ ഇവൾ കിടന്ന് താണ്ഡവാടുകയാണ്. നീ എന്ത് ഉദ്ദേശത്തിലാണ് നിന്റെ ഫാമിലിയോട് പറഞ്ഞത്? എന്നിട്ട് നിന്റെ ഫാമിലി അംഗീകരിച്ചെന്നോ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ഇവനോട് ദേഷ്യപ്പെടാണ്. ഇവന് വളരെ രഹസ്യമായിട്ട് വെക്കാൻ പറഞ്ഞ കാര്യമാണല്ലോ ഇതിപ്പോ ഫാമിലിയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും എല്ലാവരുടെ മുന്നിലും ഇവന്റെ അമ്മ ആരാണ് എന്ന ചോദ്യം ഉയർന്നു വരും. മാത്രമല്ല ഇവന്റെ ഫാമിലി ഈ ഒരു കാര്യം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു ഇവനെ വിചാരിച്ചല്ല. അതും 19-ാം വയസ്സിൽ മകൻ ഒരു കൊച്ചിന്റെ അച്ഛനാണ് എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുന്ന വിചാരിച്ചതേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കളിയാക്കുമ്പോൾ ഇവളോട് എന്റെ ഫാമിലി എന്തായാലും എന്നോടൊപ്പം നിന്നു, ഇത്രയെങ്കിലും ചെയ്തു. പക്ഷെ 19-ാം വയസ്സിൽ 5 വയസ്സുള്ള കുട്ടിയുടെ അമ്മ നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ ഫാമിലി എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ പോകുന്നത്? അത് ഞാൻ പറയണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്ന് കൂളായിട്ട് അത് പിന്നെ സീക്രട്ട് ആയിട്ട് വെച്ചാൽ മതി. ആ ഒരു സീക്രട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവളുടെ പണി വാളും. ഇവളുടെ ഫാമിലി എന്തായാലും ഇവന്റെ ഫാമിലിയെ പോലെ അത് സ്വീകരിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പോകുന്നില്ല. കാരണം ഇവരൊരു പെൺകുട്ടിയാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവനെ സോപ്പിട്ട് അതെന്തായാലും നീ സീക്രട്ട് ആയിട്ട് തന്നെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവനും എതിർപ്പൊന്നും പറയുന്നില്ല. എന്നാൽ അതിനുശേഷം യുവിന്റെ ഫാദർ ഇപ്പോൾ സിൻഡ്രാനെയും കൂടി ഇവരുടെ വീട്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ അവിടെ ഇവന്റെ മുത്തശ്ശിയൊക്കെ കാണുമ്പോൾ മുത്തശ്ശി എന്ന് ഉറക്കെ വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സോ ഇത്രയും നന്നായിട്ട് മുത്തശ്ശി എന്നൊക്കെ വിളിച്ച് കയറി വരുന്ന ഒരു കുട്ടിയെ കണ്ട് യുവിന്റെ അമ്മ അല്ല ഇതാരാ, ആരുടെ കുട്ടിയാ, ഇത്രയും നല്ല കുട്ടിയേതാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സത്യം തുറന്നു പറയാണ്. ഇത് മറ്റാരല്ല നിന്റെ കൊച്ചുമകനാ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ യുവിന്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. അവളോടും അവളുടെ പേര് യാണെന്നാണ്. ഇത് നിന്റെ മരുമകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അത് കേട്ട് ഇവര് രണ്ടുപേരും നന്നായിട്ട് തന്നെ ഷോക്കാവുന്നു. ഇങ്ങനൊരു കുട്ടി 19-ാം വയസ്സിൽ ഇവരുടെ മകന് ഉണ്ടായി എന്ന കാര്യം ഇവരിപ്പോഴാണല്ലോ അറിയുന്നത്. പക്ഷേ സിൻഡ്രാൻ വളരെ നല്ല കുട്ടിയാണെന്ന് അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അച്ഛനും ഇവരോട് ഇവനെ സ്വീകരിച്ചുകൊണ്ടുള്ള വെൽക്കം പാർട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ അറേഞ്ച് ചെയ്യാൻ പോവുക എന്ന് പറയുമ്പോൾ ഇവര് അച്ഛൻ എന്ത് ഉദ്ദേശത്തിൽ അത് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവന്റെ അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചാല് എന്തായാലും അവൾ ആ ഒരു ഫംഗ്ഷൻ വരാതിരിക്കില്ല. അതറിയാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് ആ ഒരു പാർട്ടി വെക്കുന്നത്. ആ ഒരു പാർട്ടിയിലേക്ക് ഇവന്റെ യഥാർത്ഥ അമ്മ വരും എന്നൊരു വിശ്വാസത്തില്. എന്നാൽ അതിനുശേഷം ആ വാർത്തയും കാര്യങ്ങളൊക്കെ വെനിന്റെ അമ്മ അറിഞ്ഞ ഇവളോട് വന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. സിൻഡ്രാന്റെ വെൽക്കം പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യുവിന്റെ ഫാമിലി ഇവർക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇവര് ഫാമിലി ഫ്രണ്ട്സ് ആണല്ലോ. സോ ആ ഒരു വാർത്ത കേട്ട് ഇവളുടെ അമ്മ ഭയങ്കര ഷോക്കായിട്ട് മോളെ നീ അറിഞ്ഞോ, യുവിന് 5 വയസ്സുള്ള മകനോ? അത് നേരെ ചൊവ്വ ഉണ്ടാവാത്ത കുട്ടിയൊക്കെ ഇവർക്ക് എങ്ങനെ പരസ്യമായിട്ട് എല്ലാവരുടെ മുന്നിൽ അറിയിക്കാൻ തോന്നുന്നത്? ഇവർക്കൊക്കെ ഇത്ര ധൈര്യം? ഇപ്പൊ അവൻ 5 വയസ്സുള്ള കുട്ടിയുടെ ഫാദർ ആവണമെങ്കിൽ എത്രാമത്തെ വയസ്സിലായിരിക്കും അവനൊരു അച്ഛനായിട്ടുണ്ടാവുക?
ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ട് സംസാരിക്കുമ്പോൾ ഇവള് അമ്മ യുവിനെ അത്ര കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട എന്ന രീതിയിൽ കേൾക്കുമ്പോൾ ഇവളുടെ അമ്മ ഷോക്കായി പോവാണ്. അല്ല മോളെ, നിനക്ക് എന്താ പറ്റിയത്? നീ സാധാരണ അവനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാറില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് വിട്ടുന്നത് അല്ല, അത് അങ്ങനെയല്ല, നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടാൻ പോകുന്നത് എന്നൊന്നും അറിയാത്ത പോലെ പറയാണ്. അപ്പൊ അമ്മയും അതെ അതെ അതൊക്കെ പോട്ടെ, എന്തായാലും നീ ഡേറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം മോളെ, അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും താങ്ങാനേ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവളും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. ഇവളാണ് ആ കുട്ടിയുടെ അമ്മ എന്ന കാര്യങ്ങളൊന്നും അറിയിക്കാൻ പോകുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് സിൻഡ്രാന്റെ ആ ഒരു വെൽക്കം പാർട്ടിയാണ്. യുവിന്റെ അച്ഛനും അമ്മയും സിസ്റ്ററും ഒക്കെ തന്നെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ആരെങ്കിലും സംശയാസ്പദമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനായിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് നടക്കാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും കുട്ടിയുടെ അമ്മ ആരാണെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തെരച്ചില്. കാരണം യുവിന് ഇവരുടെ അറിവിലൊന്നും ഒരു ഗേൾ ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ആ ഒരു വ്യക്തി ആരാണെന്ന് അറിയാനായിട്ട്. എന്നാൽ അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ആ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചത് കൊണ്ട് തന്നെ വെൻ എത്തിയിട്ടുണ്ട്. ഇവളുടെ അമ്മ തന്നെയാണ് ഇവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇവരുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ആർക്കും ഇവളെ കാണുമ്പോൾ വലിയ സംശയമൊന്നും തോന്നുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഇവരോട് അല്ല സിൻഡ്രാൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ഇവർക്കൊരു സംശയം തോന്നാണ്. പ്രത്യേകിച്ച് യാന്. കാരണം ആ ഒരു വെൽക്കം പാർട്ടിയുടെ ലെറ്ററിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ കുട്ടിയുടെ പേരെന്താണെന്ന് പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾക്ക് എങ്ങനെയാണ് കുട്ടിയുടെ പേര് മനസ്സിലായത് എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. അതറിയാതെ ഇവളുടെ വായിന്ന് വീണ് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇവൾ പെട്ടെന്ന് പിടിക്കപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ യുവിന്റെ ഫ്രണ്ട് ആയിട്ടെല്ലാം മിങ്ങ് നിൽക്കുന്നത് കണ്ട് അവനെ പിടിച്ചാണിച്ച് ദേ ഇവനാ എന്നോടത് പറഞ്ഞത് എന്ന് പറയാണ്. പക്ഷെ മിങ് ആ ഒരു കാര്യം ഇവളോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ബബ്ബ അടിക്കാണ്. അവരൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലും ഇവളത് മിങ് പറഞ്ഞതാണ് എന്ന രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അവിടെ ചില സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരുടെ മുന്നിലേക്കും യുവും സിൻഡ്രാനെയും കൂട്ടി എത്തുകയാണ്. യുവിന്റെ ഫാദറും ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അതിഥി, എന്റെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും സിൻഡ്രാനെ പരിചയപ്പെടുത്തുന്നു. സിൻഡ്രാനും വളരെ നല്ല കുട്ടിയായിട്ട് എല്ലാവരുടെ മുന്നിലും അവൻ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് അവന്റെ അടുത്ത് പോകാനോ അവനോട് സംസാരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. സിൻഡ്രാനും ഇവളെ അവിടെ കാണുന്നുണ്ടെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥയൊക്കെ ഏതാണ്ട് അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തോട്ടൊന്നും വരുന്നില്ല. സോ അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൾക്ക് മെസ്സേജ് അയച്ച് അവന് പെട്ടെന്ന് ഇവളോടൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവര് ആജന്മ ശത്രുക്കളാണല്ലോ എല്ലാവരുടെയും മുന്നിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോട്ടലിലെ 6ാമത്തെ മുറിയിലേക്ക് വരാനായിട്ട് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ഇവളും ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ആ ഫംഗ്ഷനിലേക്ക് ഓൾറെഡി തന്നെ ഇവളുടെ എക്സ് ഫിയാൻസി ആയിട്ടുള്ള അച്ഛൻ എത്തിയിട്ടുണ്ട്. ഇവള് പോകുന്നത് കണ്ട് ഇവളുടെ പിന്നാലെ ഇവൻ ഓടിക്കൊണ്ടുവരാണ്. എന്നിട്ട് ഇവളോട് വന്ന് എനിക്ക് നീ ഒരു ചാൻസ് തന്നേ പറ്റൂ, നീ ഞാൻ ഹോട്ടലിൽ കല്യാണം ക്യാൻസൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇവളുടെ കാല് പിടിക്കാനായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൾക്ക് ദേഷ്യം വന്ന് നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, ഒന്ന് പോയേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ട, സംസാരിക്കാനോട് സമയമല്ല എന്ന് പറഞ്ഞ് കയറി പോകാൻ തുടങ്ങുന്നു. സോ ഇവന്റെ വഴിക്ക് എന്തായാലും ഇവള് വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ എന്തോ ഒരു മരുന്ന് കൊടുത്ത് ഇവളെ മയക്കാണ്. എന്നിട്ട് അതേ റൂമിലേക്ക് കൊണ്ടുവന്ന എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, നിന്റെ ഫാമിലി ആയിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവളെ ബലമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കാൻ തുടങ്ങുകയാണ്. ഇവളെ ശരിക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവളുടെ ഫാമിലിയിൽ കയറി പറ്റാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇവൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. സോ ആ ഒരു രീതിയിലാണ്. പക്ഷെ അപ്പോഴേക്കും ഇതേ റൂമിൽ തന്നെയാണല്ലോ യു വെനിനോട് എത്താന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് യു ആ ഒരു മുറിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഷൻ വെനിനോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നതാണ്. വെനാണെങ്കിൽ അവരെ ബോധം കെട്ടി കിടക്കാണ്. സോ അത് കണ്ട് ഇവന്റെ കൺട്രോൾ പോയി ഭയങ്കര ദേഷ്യം വന്ന ചെന്നെ പിടിച്ച് നല്ലത് പൊട്ടിക്കാണ്. ഇവനും പെട്ടെന്ന് ഇല്ല ഞാൻ അവളെ തൊട്ടിട്ടില്ല, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും യു ഒന്നും നോക്കുന്നില്ല, നല്ലതുപോലെ ചവിട്ടിക്കൂട്ടാണ്. നീ ഇന്ന് അവളെ തൊട്ടിരുന്നെങ്കിൽ നീ നാളെ പുറലോകം കാണില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല സിൻഡ്രാന്റെയും ഇവന്റെയും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതൊക്കെ ആരാണെന്ന് ഇവന്റെ ഫാമിലി മുന്നേ തന്നെ കണ്ടെത്തിയിരുന്നു. അത് ചെന്നാണെന്ന കാര്യം ഇവർ അറിഞ്ഞിരുന്നു. സോ യു ഇവനോട് അതൊന്നും ആരും അറിയില്ലെന്നാണ് നീ വിചാരിച്ചത്, നിന്റെ ഒരൊറ്റ പ്രവൃത്തിയുണ്ട് എന്റെ കുടുംബം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടത്, അതുകൊണ്ട് നാളെ നീ എങ്ങനെ ക്ഷമിക്കണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് യു ഇവന്റെ ആളെ വിളിപ്പിച്ചിട്ട് ഇനി ഇവൻ പുറലോകം കാണരുത് എന്ന് പറഞ്ഞിട്ട് ചെന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കാണ്. എന്നാൽ അപ്പോഴും വെനിന്റെ ബോധം വന്നിട്ടില്ല. അവൾക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്ന് യുവിന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ യു അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെൻ നേരത്തെ തന്നെ ഇവൾക്ക് എന്തോ മരുന്നോ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ, അതിന്റെ ആ ഒരു ഡ്രഗിന്റെ എഫക്ട് കാരണം ഇവള് പെട്ടെന്ന് ഇവനെ കയറി പിടിക്കാൻ തുടങ്ങുകയാണ്. യു ആണെങ്കിൽ ഇവളെ തടഞ്ഞ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവള് കേൾക്കുന്നില്ല. ഇവള് ഭയങ്കര അഗ്രസീവ് ആയിട്ട് പെരുമാറുകയാണ്. സോ ഇവൾക്ക് ആ ഒരു ഡ്രഗും കാര്യങ്ങളൊക്കെ ചെൻ നൽകിയെന്ന കാര്യം യുവിന് മനസ്സിലാവുന്നു. സോ കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഇവൾ അത് നിർത്താത്തത് കൊണ്ട് തന്നെ ഇവനും തടയാൻ പറ്റാതെ വരികയാണ്. എന്നാൽ ഇവള് ബോധമില്ലാതെ ആണല്ലോ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നാളെ ബോധം വന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇവനിപ്പോ ഇത് കണ്ടില്ലെന്ന് നടിച്ച് ഇവളുടെ കൂടെ നിന്നാല്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഫ്രണ്ടിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറയാണ്. ആ ഒരു ഫ്രണ്ടും പെട്ടെന്ന് മരുന്നും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. ഇവനും പെട്ടെന്ന് തന്നെ അത് ഇവൾക്ക് പിടിച്ച് നൽകുന്നു. അത് ഇറക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ഇവൻ പിടിച്ച് വലിച്ച് കഷ്ടപ്പെട്ട് ആ ഒരു മരുന്ന് അവൾക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ഇവൾക്ക് ബോധം വരുമ്പോൾ വെനിപ്പോ ഇവളുടെ ഫാമിലിയുടെ അടുത്താണുള്ളത്. അല്ല ഞാനെങ്ങനെ എവിടെ എത്തിയത് എന്ന് ചോദിക്കുന്നു. മാത്രമല്ല ചെന്നാണ് ഇത് ഇവളോട് ചെയ്തത്, ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അമ്മയും ചേട്ടനൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഇവൾക്കൊരു ചേട്ടനുണ്ട്. സോ അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ ചെറ്റ എന്റെ കുടുംബത്തോട് ഇത് ചെയ്യും, അവൻ അന്നേ നല്ലത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചേട്ടൻ ദേഷ്യപ്പെടുമ്പോൾ ഇവളപ്പോഴും അല്ല ഞാനെങ്ങനെ ഇവിടെ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളുടെ ബ്രദറും യു തന്നെയാ നിന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് എന്ന കാര്യം പറയുമ്പോൾ അമ്മയും ഇവളോട്
അല്ല യുവിന് എപ്പോഴാ നിന്നോട് ഇത്ര കെയറൊക്കെ തുടങ്ങിയത്? നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ഇവൾക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്ന കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയും കിട്ടുന്നില്ല. എങ്കിലും ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഇവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് എന്നോട് കാണിച്ച കെയറിന്റെ പേരിലൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ആ ഒരു ഫംഗ്ഷനിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് എന്നോട് കെയർ കാണിക്കുന്നതല്ല എന്ന രീതിയിൽ പറഞ്ഞ് അത് ഒതുക്കി വിടുകയാണ്. എങ്കിലും അമ്മ ഇവളോട് അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നീ എന്തായാലും അവനെ നേരിട്ട് പോയി കണ്ട് ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നന്ദി അറിയിക്കണം. അവൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾ ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ഇവിടെ യുവിനെ മിങ്ങി വിളിച്ചിട്ട് സിൻഡ്രാന്റെ യഥാർത്ഥ അമ്മ ആരാ, നീ എപ്പോഴാ ഞാൻ പോലും അറിയാതെ ഈ ബന്ധം കൊണ്ടുപോയത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. പക്ഷെ യു അത് പറയാൻ തയ്യാറാവുന്നില്ല. നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. എന്നാൽ അപ്പോഴേക്കും നേരത്തെ അമ്മ പറഞ്ഞതനുസരിച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് വെന്ന് പോയി യുവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഒരു അന്തരം വെച്ചിട്ട് എന്റെ നന്ദി സൂചകമായിട്ട് ഇത് ഞാൻ നിനക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞ് ഇവനെ ഏൽപ്പിക്കാനൊന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നാ വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെറിയ ചമ്മലും കാര്യങ്ങളോടെ ഇവൾ ആ ഒരു കാര്യം ഇവനെ ഏൽപ്പിക്കുകയാണ്. ഇവൾക്ക് തലേന്ന് നടന്ന കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയില്ല എന്ന രീതിയിലാണ് ഇവൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവനെ ഏൽപ്പിച്ചിട്ട് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ അല്ല ഇതെന്ത് പോക്കാ, ഇതെന്തിനാ എനിക്ക് നീ തന്നത് എന്ന് തടഞ്ഞു നിർത്തി ഇവളോട് ചോദിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇവര് വളരെയധികം ക്ലോസ് ആയി പോവാണ്. ആ ഒരു സമയത്ത് ഇവന്റെ കൈ മുറിഞ്ഞിരിക്കുന്ന പാടുണ്ട് ഇവള്. അല്ല ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ഇവനും അത് ഇന്നലെ നൈറ്റ് എന്നെ ഒരു പട്ടി അടിച്ചതാ എന്ന് പറയാണ്. അത് ശരിക്കും ഇവൻ ആ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കൊടുത്തിരുന്നല്ലോ, ആ സമയത്ത് ഇവനെ കടിച്ചതാണ്. പക്ഷെ ഇവൾക്ക് ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ല. സോ യുവും അതായിട്ട് പറയാൻ പോകുന്നില്ല ഇവളായിട്ട് ഇവനെ കിസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും തന്നെ. അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് ഞാൻ പിന്നെ നിനക്ക് ഗിഫ്റ്റ് തരാൻ വന്നതാ, നീ അല്ല എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്, ഇനി ജീവിതത്തിൽ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരില്ലെന്ന് തീരുമാനിച്ചതാ, ദയവ് ഇത് വലിച്ചെറിഞ്ഞേക്കരുത്, അങ്ങനെ നിനക്കൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് പറയുന്നതാ എന്ന് പറയുമ്പോൾ ഇവൻ വലിച്ചെറിയാനോ, ഞാനിതാ കൊച്ചുകുട്ടിയോ, ഞാൻ ഇതുവരെ ആര് തന്നിട്ടുള്ള ഗിഫ്റ്റും ഇതുവരെ വലിച്ചെറിഞ്ഞിട്ടില്ല, എല്ലാം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അത് വലിച്ചെറിയാൻ പോകുന്നില്ല. അല്ല നീ പിന്നെ എന്തർത്ഥത്തിൽ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലേ, അതെവിടെയാ, അത് കണ്ടുപിടിച്ചെന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ ഇവനും ഇതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എല്ലാ ഗിഫ്റ്റും പുറത്തേക്ക് എടുത്തിട്ട് ഇവള് കൊടുത്തു തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അതിലൊരു ബോക്സ് ഇവന് കിട്ടുന്നു. സോ ഇവളോട് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല നിന്നോട് ഞാൻ ഈ ഗിഫ്റ്റ് ഇതുവരെ വലിച്ചറിഞ്ഞിട്ടില്ലെന്ന് എന്ന് പറഞ്ഞ് ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിലൊന്നുമില്ല, ബോക്സ് മാത്രമേ ഉള്ളൂ, അതിനകം കാലിയാണ്. ഇവളൊരു ടെഡി ആയിരുന്നു ഇവനെ കൊടുത്തിരുന്നത്. സോ ആ ടെഡി അവിടെ പോയിന്ന് ഇവൻ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോ ഇവനോട് നീ ഒരുപാട് അതൊന്നും അന്വേഷിക്കണ്ട, നീ അത് അന്നേ തന്നെ വേസ്റ്റിൽ തള്ളിയതല്ലായിരുന്നോ, പിന്നെ എന്തിനാ ഇപ്പൊ കിടന്ന് തരുന്നത് എന്ന് ചോദിക്കാണ്. അതായത് ഇവരെ ഒരുമിച്ച് പഠിച്ച സമയത്ത് വലിയ ശത്രുതയും കാര്യങ്ങളും ഇല്ലാതിരുന്ന ടൈമിൽ ഇവനോട് ചെറിയ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ ബർത്ത്ഡേ ദിവസം ഇവനൊരു ഗിഫ്റ്റ് ഒക്കെ പ്രിപ്പയർ ആക്കി കൊണ്ടുപോയി ഭയങ്കര സന്തോഷത്തിൽ കൊടുത്തിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഇവളെ നോക്കുമ്പോൾ കാണുന്നത് അത് അവനെടുത്ത് വേസ്റ്റിൽ തള്ളിയിരിക്കുന്നതാണ്. അത് ഇവൾക്ക് ഭയങ്കര ഫീൽ ആയി. കാരണം ഇവൾ അത്ര ഇഷ്ടത്തോടെ കെയറോട് കൂടി അവനെ കൊടുത്തതാണല്ലോ. ആ സാധനം അപ്പൊ തന്നെ അവൻ വലിച്ചെറിഞ്ഞ കാര്യം കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നീടാണ് ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ പരസ്പരം പാരകളായിട്ട് പണി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞ കാര്യം പറയുമ്പോൾ ഇവൻ അതെങ്ങനെ ശരിയാവുന്നത്, ഞാൻ അന്നേ ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞെങ്കിൽ പിന്നെ ഈ ബോക്സ് എങ്ങനെ എന്റെ കയ്യിൽ വന്നത്, ഇതും കൂടെ ഞാൻ അന്നേ വലിച്ചെറിയേണ്ടതല്ലേ, ഇത് മാത്രമായിട്ട് ഞാൻ പിന്നെ സൂക്ഷിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊരു സംശയം വരുന്നു. അപ്പോ നീ ശരിക്കും വലിച്ചെറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും ഇവൻ ഇവിടെ തെറ്റുകാരനല്ല എന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ്. അവൻ ചോദിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ, ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞെങ്കിൽ ഇവന് പിന്നെ എന്തായാലും ഈ ഒരു ബോക്സ് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവൾ എന്തായാലും പോട്ടെ, ഒരുപാട് കാലമല്ലേ, അതൊക്കെ വിട്ടേക്ക്, എന്തായാലും നീ അത് വലിച്ചെറിയാത്ത സ്ഥിതിക്ക് അത്ര ആശ്വാസം എന്ന് പറയുമ്പോൾ ഇവനും ഇവന്റെ ഭാഗത്ത് നിന്ന് അത് സൂക്ഷിക്കാൻ പറ്റാതെ പോയതില്ല ഇവളോട് ക്ഷമ ചോദിക്കാണ്. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ആശ്വാസമാവുന്നു. പക്ഷെ അപ്പോഴാണ് ഇവനൊരു കാര്യം ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോട് അപ്പൊ നീ ഈ കാര്യം കൊണ്ടാണല്ലേ എനിക്ക് ആ പാരാന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാണ്. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. അതായത് ഇവൻ ആ ഒരു ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞത് കൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഇവന് പണിയെടുക്കാനായിട്ട് ഒരു പെണ്ണ് എഴുതുന്ന രീതിയിൽ ലവ് ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി ഇവന്റെ ബാഗിൽ വെച്ചു കൊടുത്തു. പക്ഷെ അത് ഇവന്റെ അമ്മയുടെ കയ്യിലാണ് കിട്ടുന്നത്. അമ്മയുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇവൾ അത് ചെയ്തു വെച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ ഇവനെ നല്ലോണം പഞ്ഞി കിട്ടു, പഠിക്കാൻ പറ്റുന്ന സമയത്ത് നീ ഇതാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഭയങ്കരമായിട്ട് ഇവന് വഴക്കും കാര്യങ്ങളൊക്കെ കേട്ടതാണ്. ഇവനോടുള്ള ആ ഒരു ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെയാണ് ഇവൾ ആ ഒരു പാര പണിഞ്ഞത്. പക്ഷെ പിന്നീട് അതൊരു ചെറിയ തുടക്കം മാത്രമായിരുന്നു. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പാര വെച്ച് തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഇവര് വലിയ ശത്രുക്കളായിട്ട് മാറുന്നത്. പക്ഷെ ഇവൾ ഇപ്പോഴും അത് സമ്മതിച്ചെടുക്കുന്നില്ല. ഇവളാണ് ആ ഒരു ലവ് ലെറ്റർ എഴുതിയെന്ന്. അതെങ്ങനെ നിനക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നിനക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടായിരിക്കും എന്നവിടെ പറയാണ്. സോ ഇവൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് അതിനോട് എന്ത് പറയണമെന്ന് അറിയില്ല. എങ്കിലും അത് സത്യമായതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യമെന്ന്, ഞാൻ നിനക്ക് പണി തരാൻ വേണ്ടി ഒന്ന് എഴുതിയേ ഉള്ളൂ, അല്ലാണ്ട് അതിനപ്പുറം വേറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവളോടെ ഇപ്പൊ ഞാൻ എന്നോട് ക്ഷമിക്കാം, നീ എന്നെ എത്ര നാൾ തെറ്റിദ്ധരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ, ഞാൻ ഇവിടെ കുറ്റക്കാരനല്ല, അതുകൊണ്ട് നീ തന്ന പണിക്ക് ഞാൻ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ആ ഒരു ലവ് ലെറ്റർ നീ എഴുതിയ രീതിയിൽ തന്നെ വായിച്ചു കേൾപ്പിക്കണം എന്ന് പറയാണ്. അപ്പൊ ഇവള് അതിനാ ലവ് ലെറ്റർ അവിടെ, എനിക്കതിലെ കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സോ അതെടുത്ത് കൊടുത്തിട്ട് ഇവളോട് വായിക്കാനായിട്ട് പറയാണ്. ഇവനും അന്നേ തന്നെ ഇവളോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ ഒരു ലവ് ലെറ്റർ ഒക്കെ സൂക്ഷിച്ചു വെച്ചത്, ഇവള് കൊടുത്ത പണി ആയിട്ട് പോലും. സോ ഇവളും വേറെ വഴിയില്ലാതെ ഇവളുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ
ഇവൻ ക്ഷമിക്കാൻ വേണ്ടി ആ ഒരു ലെറ്റർ വായിച്ചു കൊടുക്കുന്നു. അന്ന് ആ ഒരു പ്രായത്തിൽ എഴുതിയത്. പക്ഷേ ഇതിപ്പോ കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ വാക്കുകളൊക്കെ അവൾ വെറുതെ എഴുതിയതാണ് എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ഇവനത് വീഡിയോയും ഫോട്ടോയൊക്കെ ആയിട്ട് പകർത്തുന്നുണ്ട്. പക്ഷേ ഇവൾ അതിൽ മൊത്തം ഇവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ എൻ്റെ കണ്ണാണ്, മൂക്കാണ്, നീ ഇല്ലാതെ എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റില്ല. അങ്ങനത്തെ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവന് ഭാര പറഞ്ഞതാണല്ലോ. സോ ആ ഒരു രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വായിച്ച് ലാസ്റ്റ് ഇവൾക്ക് വട്ടായിട്ട് ആ ഒരു ലവ് ലെറ്റർ ഇവൾ വലിച്ചു കയറാനായിട്ട് പോവാണ്. പക്ഷേ പെട്ടെന്ന് ഇവളെ തടയാനായിട്ട് വരുമ്പോൾ ഇവർ വീണ്ടും വളരെ ക്ലോസ് ആയി പോവാണ്. അത് ഭയങ്കര റൊമാൻറ്റിക് മൊമെന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഹാർട്ട് ബീറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. യുവിനും ഇവളോട് പെട്ടെന്ന് എന്താ ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ തോന്നുന്നത് എന്ന് ഒരു പിടി കിട്ടുന്നില്ല. അതിനുശേഷം ഇവളവനോട് അല്ല നീ ഇന്നലെ എന്ത് മെഡിസിൻ എനിക്ക് തന്നത് എന്തായാലും വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല എന്ന രീതിയിൽ പറയുമ്പോൾ ഇവന് ഭയങ്കര നിരാശയാവുകയാണ്. കാരണം ഇവന്റെ ഫസ്റ്റ് കിസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവളായിട്ട് സംഭവിച്ചത്. സോ അത് അവൾ ഓർത്തിരിക്കുന്നില്ലെങ്കിൽ അതിനിപ്പോ എന്ത് വിലയാണുള്ളത് എന്ന രീതിയിലാണ് അവിടെ ചിന്തിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇവനോട് ഇവരുടെ ഇടയിൽ ആ ഒരു ശത്രുതയൊക്കെ മാറി ഫ്യൂച്ചറിൽ ഇനി ഒന്നാവുകയാണെങ്കിൽ ഇവരുടെ ലൈഫിൽ നിന്ന് സിൻഡ്രാൻ ഡിസപ്പിയർ ആയി പോവുമല്ലോ, ആ ഒരു ഫ്യൂച്ചറിലോട്ട് അവൻ പോകാൻ സാധ്യതയുണ്ട്. അത് ഇവർ ഇപ്പോൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അവൻ ഇവരുടെ ലൈഫിൽ നിന്ന് പോകുന്നത് ഇവർക്ക് എന്തോ ഭയങ്കര മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ശത്രുക്കളായിട്ട് ഇരിക്കുന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് എന്തായാലും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ വീക്കെൻഡ് സിൻഡ്രാനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ യുവും ഓക്കെ പറയുന്നു. സിൻഡ്രാൻ ഇപ്പോൾ യുവിന്റെ പാരന്റ്സിന്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വെന്നിനെ കാണണമെന്ന് പറയുന്നത് കൊണ്ട് കുട്ടിയെ ഇവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്നും ഇവനെ കാണാനായിട്ട് എത്തുന്നു. വേറെ ആരും തിരിച്ചറിയാതിരിക്കാനായിട്ട് കവർ ചെയ്താണ് എത്തിയിരിക്കുന്നത്. സോ ഇവനെ വന്ന് കൊഞ്ചിച്ച് നിനക്ക് വിശക്കുന്നതായിരിക്കും അല്ലെ, ഞാൻ വല്ല ഫുഡ് ഓർഡർ ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. കുട്ടിക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, നീ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ ഇവളുടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ സിൻഡ്രാനെ കൂടി നിർബന്ധിക്കാണ് അമ്മയോട് പറയുന്ന രീതിയിൽ. പക്ഷെ ഇവൻ അതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവന് അതിനോട് അത്ര താല്പര്യമില്ല. ഇവളുണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് ഇല്ലെന്ന് സിൻഡ്രാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവനത് മടിക്കുന്നുണ്ട്. പക്ഷെ നിർബന്ധിക്കുന്നത് കൊണ്ട് സിൻഡ്രാനും തനിക്കും അമ്മയുടെ ഫുഡ് വേണം എന്ന് പറയുമ്പോൾ ഇവളും അത് കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് കയറുന്നു. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ ഫുള്ള് പുക വരുന്നതാണ് കാണുന്നത്. ഓടിക്കൊണ്ട് വന്ന് നീ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കുകയാണോ അതോ കിച്ചൺ കത്തിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കാണ്. എന്താ നീ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവള് അത് പിന്നെ എന്റെ ആന്റിയുടെ അടുത്ത് ഞാൻ എന്റെ ആന്റിയുടെ അടുത്ത് ഈ ഡിഷ് ഉണ്ടാക്കാൻ പഠിച്ചത്, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതെന്തായാലും നല്ല പഠിത്തമായി പോയി, നീ അവിടെ എങ്ങനെ പോയിരിക്കും, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഇവള് അതിന് നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ നോക്കാണ്. ഇവൻ കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവളും സിൻഡ്രാന്റെ അടുത്തേക്ക് വരുമ്പോൾ സിൻഡ്രാനും അമ്മ വിഷമിക്കണ്ട, അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, അച്ഛന്റെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾക്കും അത് കഴിക്കാനായിട്ട് നല്ല ആകാംക്ഷയുണ്ട്. യുവും ഭയങ്കര സെറ്റായിട്ട് തന്നെ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആക്കുന്നു. സോ അവൻ അത്രയും മുൻകൈ എടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ അവന്റെ ആ ഒരു പെരുമാറ്റ രീതികളൊക്കെ കണ്ട് ഇവൾക്ക് ഭയങ്കര അട്രാക്ഷൻ അവനോട് തോന്നുകയാണ്. ഇവൾ ഭയങ്കരമായിട്ട് അവനിൽ അഡിക്റ്റ് ആയി പോകുന്ന പോലെ ഇവൾക്ക് ഫീൽ ആവുന്നു. എന്തുകൊണ്ടാണ് ഇവൾക്ക് ആ ഒരു ഫീലിംഗ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവളപ്പോൾ ചിന്തിക്കുന്നത്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് ഇവർ അങ്ങനെ ഒരുമിച്ച് കിടക്കണം എന്ന് സിൻഡ്രാൻ പറയുന്നത് കൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും പഴയതുപോലെ ഒന്നിച്ച് കിടക്കാണ്. എന്നാൽ അതിനുശേഷം ഉറക്കത്തിൽ എപ്പോഴും കണ്ണു തുറക്കുമ്പോൾ ഇവര് മുന്നേ എങ്ങനെയായിരുന്നു കിടക്കുന്നത് അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോ ഇവന്റെ അടുത്ത് ഞാൻ കിടക്കുന്നത്. പക്ഷെ മുന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോ. യുവിന് ഇവളോടുള്ള ഫീലിംഗ്സ് ഭയങ്കര അധികമാണ്. അതുകൊണ്ട് തന്നെ അവൾ അടുത്തെടുക്കുന്ന ടൈമിൽ ഇവനെ കിസ് ചെയ്യാനായിട്ട് തോന്നുന്നു. അതിനായിട്ട് അടുത്തേക്ക് വരികയും ചെയ്തു. പക്ഷെ അവനെ കൊണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നെറ്റിയിൽ ജസ്റ്റ് ഒരു കിസ് മാത്രം നൽകുകയാണ്. പിന്നെ ഇവളുടെ അടുത്ത് കിടക്കാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ഇവന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അതിനുശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. വെൻ നോക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന യുവിനെ കാണുന്നില്ല. ഇവൾ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് ഇവൻ സോഫയിൽ കിടന്നുറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് വന്ന് അല്ല എന്താ പറ്റിയത്, എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്, എന്നെ പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനെ പറയാൻ പറ്റില്ലല്ലോ, ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടന്നതെന്ന്. പക്ഷെ വെന്നൻ ഭയങ്കര ദേഷ്യമാണ്. ഇവളെന്താ പ്രേതം വല്ലതാണോ, അതുകൊണ്ടാണോ നീ പേടിച്ച് ഇവിടെ വന്ന് കിടന്നത് എന്ന് ചോദിച്ച തർക്കാവുന്ന സമയത്ത് കറക്റ്റ് ഇവന്റെ അമ്മ ഇവനെ കോളയാണ്. മോനെ നീ വീട്ടിലുണ്ടോ, ഞാൻ സിൻഡ്രാനെ സൂപ്പക്കായിട്ട് പുറത്തെത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് വെൻ ഇവിടെ ഉള്ള സമയം തന്നെയാണ് കറക്റ്റ് ആയിട്ട് അമ്മ പുറത്തു വന്നിരിക്കുന്നത്. അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോക്ക് അടിച്ച് അകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു. പക്ഷെ അവരകത്തേക്ക് വരുമ്പോൾ കുട്ടിയെ റെഡി ആക്കിക്കൊണ്ട് ഇരിക്കുന്ന പോലെയാണ് ഉള്ളത്. അവിടെ വെന്നിനെ കാണുന്നില്ല. ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ തന്നെ ഇരിക്കുന്നു. സോ ഇവന്റെ അമ്മയും വന്ന് ഇവർക്ക് സൂപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നൽകിയിട്ട് അല്ല ഇവിടുത്തെ ആന്റി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ആന്റിക്ക് ലീവാണ്, ഇന്ന് വരില്ലെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അമ്മയും എങ്കിൽ പിന്നെ ഞാൻ പോയി റൂമൊക്കെ ക്ലീൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല ഡൗട്ട് തോന്നേ, അകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇല്ല അമ്മ ഇപ്പൊ ക്ലീൻ ചെയ്യേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ യുവിന്റെ അമ്മയ്ക്ക് ഇനി സിൻഡ്രാന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ, തലേദിവസം ഇവിടെയാണോ സ്റ്റേ ചെയ്തത്, ഇനി അവളെ വല്ലതും ഒളിപ്പിച്ചിട്ടായിരിക്കോ അവിടെ കയറി തടസ്സം നിൽക്കുന്നത് എന്ന് മനസ്സിലായിട്ട് ഒന്നും നോക്കുന്നില്ല ഇവന്റെ കണ്ണു വെട്ടിച്ച് അമ്മ റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് അവിടെ ഫുള്ള് ബാത്റൂം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും തന്നെ ആരെയും കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇവനോട് ഇവിടെ നിന്ന് ആരും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നത്, ഞാൻ എന്തായാലും പോവാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവാണ്. പക്ഷെ അവിടുത്തെ ഷെൽഫിലായിരുന്നു ഇവൾ കയറി ഒളിച്ചിരുന്നത്. ഭാഗ്യത്തിന് അവരവിടെ ചെക്ക് ചെയ്തില്ല. അതുകൊണ്ട് മാത്രം ഇവളെ കഷ്ടിച്ച് രക്ഷപ്പെട്ടോ. ഇവളോട് വന്ന അമ്മ പോയി എന്ന് പറയുമ്പോൾ ഇവൾക്കും സമാധാനമാവുകയാണ്. അമ്മ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി സൂപ്പും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആക്കിക്കൊണ്ട് വന്നിരുന്നല്ലോ. സോ അത് കുടിക്കാനായിട്ട് ഇവളെയും വിളിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവരൊരുമിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവൾക്കൊരു കോൾ വരാണ്. ഇവരുടെ കോമൺ ആയിട്ടുള്ള
ഒരു ഹൈസ്കൂൾ ഫ്രണ്ട് ജോൺ എന്നാണ് ആ വ്യക്തിയുടെ പേര്. അവൻ അബ്രോഡ് ആയിരുന്നു. അവൻ നാട്ടിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചേക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഹ്യൂവിന് അത് ഇഷ്ടപ്പെടുന്നില്ല, അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. സോ അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും കൂടി ജോണിന്റെ ആ ഒരു തിരിച്ചെത്തലിന്റെ പാർട്ടിക്കായിട്ട് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോൺ ഇവളോട്, നമ്മൾ കണ്ടിട്ട് ഒരുപാട് വർഷമായല്ലേ, നിന്റെ മാരേജ് ഒക്കെ ക്യാൻസൽ ആയ കാര്യം ഞാൻ അറിഞ്ഞു. അതിനുശേഷം നിനക്ക് പിന്നെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലേ, നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ, അതായത് ഇവൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ, കാരണം ജോണിന് ഇവളോട് ഒരു താല്പര്യമുണ്ട്, അതേന്ന് പറയുന്ന ഒരു മറുപടി കേൾക്കാനായിട്ടാണ് യു പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നെ അവിടെ പറയുന്നത് ഇല്ല, എനിക്ക് അങ്ങനത്തെ ബന്ധമൊന്നുമില്ല, വേറെ റിലേഷൻഷിപ്പ് ഒന്നും ആയിട്ടില്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ ഇവന് ഭയങ്കര നിരാശ ആവുന്നുണ്ട്. എന്നാൽ അത് കേട്ട് ജൂണിന് നല്ല സന്തോഷമാവുന്നു. സോ അങ്ങനെ ഇവർ ആ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ യു വെനിനോട്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾക്കും ഇവനോടൊപ്പം പോകാനാണ് താല്പര്യം. പക്ഷെ ആ സമയത്ത് ജൂൺ അടയ്ക്കാനായിട്ട്, വെൻ നമുക്ക് നടന്നു പോവാം, വീട് ഇവിടെ അടുത്തല്ലേ, എനിക്ക് എൻ്റെ ആന്റിയുടെ വീട്ടിലേക്കും പോകാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം, ആ വഴിക്ക് തന്നെയാ, നടക്കുമ്പോൾ ആൽക്കഹോളിന്റെ സ്മെല്ല് മാറും, ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. യുവിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ജൂൺ പറഞ്ഞത് നല്ല കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ വെൻ അവനോടൊപ്പം പോവുകയാണ്. അത് കണ്ട് മിങ്ങും ഇവന്റെ ഹൃദയം തകർക്കുന്ന രീതിയിൽ ഒരു കാര്യം കൂടെ പറയാണ്, അവർ തമ്മിൽ നല്ല മാച്ച് ആളിയാ, എന്തായാലും നമുക്ക് വൈകാതെ നല്ലൊരു ന്യൂസ് പ്രതീക്ഷിക്കാം. അതായത് അവരുടഞ്ഞ റിലേഷൻഷിപ്പിലാവുന്ന ഇവനോട് പറയാണ്. സോ യു, ഇതൊക്കെ എങ്ങനെയാടാ നിനക്ക് സാധിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പം ഇങ്ങനെ നോക്കുന്നത്. സോ അങ്ങനെ ഇവരിവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ ഇവളോട് യുവിനെ കുറിച്ചാണ് പറയുന്നത്. യുവിന് 5 വയസ്സുള്ള ഒരു മകൻ ഉണ്ടാവുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, എങ്കിലും അവന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഇതിലും വലുതായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പഠിക്കുമ്പോൾ തന്നെ അവൻ എന്തൊരു മോഡയായിരുന്നു. നീ അവനെ വെറുത്തത് എന്തായാലും നന്നായി. അവൻ എത്ര പെൺകുട്ടികളുടെ പിറകെ നടന്നിട്ടുള്ളത്, ഇപ്പോഴും അവന് വേറെയും പല ചുറ്റുകളെ ഉണ്ടാവും. കുട്ടിയുണ്ടെന്ന ബോധം പോലും അവനുണ്ടാവില്ല. പഠിക്കുന്ന സമയം തന്നെ പല പെൺകുട്ടികളെ ശരിക്കുവാനായിട്ട് അവൻ എന്തൊക്കെ ട്രിക്കുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ എത്രയോ കണ്ടേക്കുന്നു. ഇപ്പൊ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് ഒക്കെ നീ കാണാറില്ലേ, എന്തൊക്കെ ആളുകൾ അവനെ കുറിച്ച് പറയുന്നത് എന്ന രീതിയിലൊക്കെ വളരെ മോശമായിട്ട്, അതായത് യുവും ഇവളും തമ്മിൽ അടുക്കുന്നോ എന്നൊരു ഡൗട്ട് വന്നിട്ടാവണം ജോൺ അവിടെ ഇവരെ അകറ്റി നിർത്തുന്ന രീതിയിലും കൂടുതൽ വെറുപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് വെനിനോട് യുവിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ആദ്യം അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നീ പറയുന്ന പോലെ യു അത്ര മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല, നിനക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ പുള്ളിക്ക് നല്ല അവൻ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ജോൺ, അല്ല നിനക്ക് അവനോട് ഭയങ്കര വെറുപ്പായിരുന്നല്ലേ, എപ്പോൾ മുതലാണ് നീ അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള്, എനിക്ക് അതിനേക്കാൾ വെറുപ്പുള്ളത് ഒരാളെ പിന്നെയും നിങ്ങൾ കുറ്റം പറയുന്നവരാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യത്തിൽ നടന്നു പോവാണ്. അത് ഇവന് ഭയങ്കര നിരാശയാവുന്നുണ്ട്. അതിനുശേഷം യു വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ഷോക്കായിട്ടാണ് വരുന്നത്. അത് ഇവന്റെ അച്ഛനും അമ്മയ്ക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വെന്നെ ഇവനെ മെസ്സേജ് അയച്ചിട്ട്, നീ ആ സ്കൂൾ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളൊന്നും എടുത്ത് നോക്കണ്ട, അതിലുള്ളവർ പറയുന്നതും കാര്യമായിട്ട് എടുക്കണ്ട, അവരൊക്കെ നിങ്ങളുടെ അസൂയുണ്ടോ നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചും നിന്റെ ലുക്ക് വെച്ചിട്ടൊക്കെ അങ്ങനെ പറയുന്നത്, അതൊന്നും ഉള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ഇവനൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും സംസാരിക്കുമ്പോൾ അത് കണ്ട് യുവിന് ഭയങ്കര ഇഷ്ടപ്പെടാണ്. ഒറ്റ മെസ്സേജ് കൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു മൂഡ് ചേഞ്ച് ആവുകയാണ്. സോ അവളോട്, നിന്റെ കണ്ണിൽ അപ്പൊ എന്നെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലേ എന്ന് പറഞ്ഞ് റിപ്ലൈ അയച്ചിട്ട് ഇവൻ ഭയങ്കര ശോകത്തിലാണ് കയറി വന്നത്. എന്നാൽ ഉടനെ തന്നെ ഇവന്റെ മൂഡ് ചേഞ്ച് ആയി. ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സിൻഡ്രാനോടും ഇവന്റെ പാരന്റ്സിനോടൊക്കെ വന്ന് സംസാരിക്കാണ്. പെട്ടെന്ന് എങ്ങനെ ഇവൻ ഇതൊക്കെ സംഭവിക്കുന്നത്, ഇവൻ ഇങ്ങനെ സാധിക്കുന്നത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. മാത്രമല്ല ഇവർ നോക്കുമ്പോൾ സിൻഡ്രാന്റെ അമ്മയെ കാണണം. മാത്രമല്ല ഇവരൊന്നും ആലോചിക്കുമ്പോൾ സിൻഡ്രാൻ അവന്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷമോ കാര്യമോ ഒന്നും തന്നെ കുട്ടി കാണിക്കുന്നില്ല. സോ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ പിന്നെ അവൻ എന്തായാലും അവന്റെ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കുട്ടിക്ക് വിഷമമൊന്നും ഇല്ലാത്തത്. അവര് പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മ ആരാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് ഇവര് ഒരു പ്ലാൻ ഒപ്പിക്കാണ്. സോ അതിനുശേഷം പിറ്റേന്ന് ഇപ്പോൾ സിൻഡ്രാൻ യുവിന്റെ പാരന്റ്സിന്റെ കൂടെയാണല്ലോ, അതുകൊണ്ട് തന്നെ വെൻ അവനെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. സോ സിൻഡ്രാനെ തനിക്ക് കാണണം, അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് വെൻ പറയുന്നത് കൊണ്ട് തന്നെ യുവും ഇവന്റെ പാരന്റ്സിന്റെ അടുക്കൽ വന്ന് സിൻഡ്രാനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാണ് എത്തുന്നത്. പക്ഷെ ഓൾറെഡി തന്നെ ഇവര് കുട്ടിയെ റെഡിയാക്കി, ഇന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോക്കോ, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇന്നിപ്പോ തിരിച്ചെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ യുവിനൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്തിനാണ് ഇത്ര ശുഷ്കാന്തി കാണിച്ച് സിൻഡ്രാനെ കൊണ്ടുപോകാൻ പറയുന്നതെന്ന്. എന്നാൽ അവർ പോയി കഴിയുമ്പോൾ അച്ഛനും അമ്മയും അവരെ ഫോളോ ചെയ്യാനായിട്ട് ആളെ ഏർപ്പാട് ചെയ്യുന്നു. കുട്ടിയും കൂട്ടിക്കൊണ്ട് യു ആരെ കാണിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയാനായിട്ട്. എന്നാൽ യുവിന് അത് കറക്റ്റായിട്ട് പിടിയിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെനിനെ വിളിച്ചിട്ട്, ഞാൻ ഇപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല, കുറച്ച് സമയം ലേറ്റ് ആവും, എന്റെ പാരന്റ്സ് എന്നെ ഫോളോ ചെയ്യാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടി രാത്രിയായിട്ടാണ് ഇവരെ വെനിന്റെ അടുത്തേക്ക് എത്തുന്നത്. സോ വെൻ യുവിനോട്, അല്ല നിന്റെ പാരന്റ്സ് ഇപ്പോൾ നിന്നെ ഫോളോ ചെയ്യുന്ന എന്തിനാ, നീ വല്ല പണി ഒപ്പിച്ചു വെച്ചോ, എന്തെങ്കിലും ക്ലൂ കൊടുത്തോ എന്ന രീതിയിൽ ഇവനോട് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ അറിഞ്ഞോണ്ട് എന്തായാലും ഒരു ക്ലൂ കൊടുത്തിട്ടില്ല, പിന്നെ സിൻഡ്രാൻ എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വെൻ ഇവനെ നോക്കുന്ന സമയത്ത്, അയ്യോ അമ്മേ ഞാൻ ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവൻ നിൽക്കുന്നത്. യുവിന്റെ അച്ഛനും അമ്മയും ഇവനോട് നിന്റെ അമ്മ ആരാ മോനെ ഒരുപാട് ചോദിച്ചെങ്കിലും ഇവൻ അത് പറയാൻ തയ്യാറായിട്ടില്ല, പറഞ്ഞും കൊടുത്തിട്ടില്ല ഇതുവരെ. സോ കുട്ടിയെ കിട്ടുന്നത് കൊണ്ട് തന്നെ വെൻ ഭയങ്കര ഹാപ്പി ആവുന്നു. അതുകൊണ്ട് തന്നെ സിൻഡ്രാനോട്, നമുക്ക് ആദ്യം പോയി കുളിക്കാം, പിന്നീട് ഫുഡ് കഴിക്കാം, എന്നിട്ട് ഉറങ്ങാം, എനിക്ക് ഒരുപാട് ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യുവിനോട്, ശരി ഇവൻ എന്ന് ഇവിടെ നിന്നോട്ടെ, നീ വീട്ടിൽ പോക്കോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യുവൻ എന്ന് പോകാനായിട്ട് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സിൻഡ്രാനോട് കാര്യങ്ങൾ മുന്നേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ഇവനും അമ്മയോട് നിർബന്ധം പിടിച്ച്, അച്ഛ അമ്മ എനിക്ക് അച്ഛനോടും അമ്മയോടൊപ്പം ഇന്ന് രാത്രി കിടന്നുറങ്ങണം, അച്ഛനെ എനിക്കൊന്ന് വേണം, അച്ഛനെന്ന് പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് വലിയ എതിർപ്പ് പറയാൻ പറ്റുന്നില്ല.
സോ ഇവിടെ ഇവനോട് സ്റ്റേ ചെയ്തോളാനായിട്ട് പറയാണ്. എന്നാൽ അതിനുശേഷം യു പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. വെൻ കുട്ടിയുടെ രണ്ട് സൈഡും ഇവന്റെ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ നേരെയാക്കാനായിട്ട് തലയണയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവൾ അവന്റെ അടുത്തേക്ക് പോകാറില്ല. സിൻഡ്രാൻ നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവള് യുവിന്റെ അടുത്തേക്ക് പോകില്ലല്ലോ. ആ ഒരു യഥാർത്ഥ പ്രശ്നം വെച്ചിട്ടാണ് ഇവളത് ചെയ്യുന്നത്. എല്ലാം ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ കിടക്കുന്നത്. പക്ഷെ യു അത് മുടക്കാനായിട്ട് ഇത് കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം എടുത്ത് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പിണങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ സിൻഡ്രാൻ ഉറങ്ങിയതിനു ശേഷം ഇവനോട് നമുക്കിനി എന്തായാലും കുട്ടിയുടെ മുന്നിൽ വെച്ച് വഴക്കൊന്നും കൂടണ്ട, അത് അവന്റെ വളർച്ച ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, അവനെ ചിലപ്പോൾ അത് പല രീതിയിലും എഫക്ട് ചെയ്തിരിക്കാം എന്ന് പറയുമ്പോൾ യുവിനും അത് ശരിയായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ ശരിയെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. പതിവ് പോലെ ഇവളിപ്പോൾ യുവിന്റെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൾ ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ നടന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ഉറക്കം നിൽക്കുമ്പോൾ ഭയങ്കര ഷോക്കായി പോകുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. ഇവൾ വെച്ചിരുന്ന തലയണ ഒന്നും തന്നെ ബെഡിലില്ല, എല്ലാം താഴെ കിടക്കാണ്. യു അപ്പോൾ ഇവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ലെന്ന് എന്ന് പറയുമ്പോൾ ഇവൾ വിചാരിക്കുന്നത് ഇവളുടെ മിസ്റ്റേക്ക് കൊണ്ടത് സ്വാഭാവികമായിട്ട് കുട്ടി എടുത്ത് കളഞ്ഞിട്ട് ആ രീതിയിൽ പോയി കിടന്നതായിരിക്കും എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. യു ആണ് ആ തലയണ കുട്ടിയുടെ അടുത്ത് നിന്ന് മാറ്റി എടുത്ത് തറയിൽ എറിഞ്ഞത് ഇവള് കാണാതെ. അതുകൊണ്ടാണ് അവൻ വീണ്ടും തല തിരിഞ്ഞു പോയി കിടന്നതും ഇവരിപ്പോ ഒന്നായിട്ട് കിടന്നതും. പക്ഷെ ഇവനാണ് അത് ചെയ്തത് വെൻ അറിയുന്നില്ല. അതിനുശേഷം ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ യു അവിടെ ജൂണിന്റെ കാര്യം എടുത്തിട്ടാണ്. അവന് നിന്നോടുള്ള പെരുമാറ്റം ഇത്ര ശരിയായിട്ട് തോന്നുന്നില്ല, അവൻ നിന്നോടുള്ള ഇഷ്ടം വെച്ചിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് അങ്ങനെ നില നിനക്ക് വെറുതെ തോന്നിയാ, പുള്ളി തന്നെ ഡിന്നർ തന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് യു ഷോക്കായിട്ട് അപ്പൊ നീ അതിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പിന്നെ പോവാതെ അവൻ വിളിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും പോകുന്നുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇവന് നല്ല വിഷമാവുന്നുണ്ട്. പക്ഷെ അപ്പോൾ വെന്നിവനോട് ഇനി നിനക്ക് വീട്ടിലേക്ക് വരണമെങ്കിൽ ഇവളില്ലെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് സിൻഡ്രാനെ കൊണ്ട് പോകുന്നു, ഞാൻ വീടിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാം എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ യു ഭയങ്കര ഹാപ്പി ആവുന്നു. ഇവളും ഇവനോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടൊക്കെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. സോ ഇവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് ഇവൾക്ക് ഇവനോടുള്ള ഫീലിംഗ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിന് റിസൾട്ടായിട്ട് വരുന്നത് ഒരു വ്യക്തിയെ കാണുമ്പോഴുള്ള ഹാർട്ട് ബീറ്റ്, എപ്പോഴും കാണാനുള്ള ത്വര, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാതിരിക്കുക, അവരെ കാണുമ്പോഴുള്ള നമ്മുടെ സന്തോഷം, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, മൂഡ് സ്വിങ്സ് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവൾക്കുണ്ട്. സോ ഇവൾക്ക് അവനോട് പ്രണയമാണെന്ന കാര്യത്തിൽ ഏതാണ്ട് കൺഫേം ആവുന്നു. പക്ഷെ അപ്പോഴേക്കും ജൂൺ ഇവൾക്ക് മെസ്സേജ് അയച്ച് നമുക്കിന്ന് ഡിന്നറിന് പോയാലോ, നീ വരില്ലേ, എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തിയാൽ കൊള്ളാമെന്നുണ്ട്, നീ നിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം എന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് വേറെ ഗതിയില്ലാതെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ മുന്നേ കണ്ടിരുന്നല്ലോ യുവിന്റെ ഫാദറിന്റെ ഫ്രണ്ടിന്റെ മകള് ആ ഒരു പെൺകുട്ടിയും അവിടെയുണ്ട്. പക്ഷെ ജൂൺ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇവളുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഇവൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവളെ വന്ന് വിളിച്ചിട്ട് അവിടെ മിങ് ഓൾറെഡി തന്നെ ഉണ്ട്. യുവിനെയും വിളിച്ചതാണ്. പക്ഷെ അവൻ അങ്ങോട്ടേക്ക് വരില്ല, കുട്ടിയെ നോക്കുന്ന തിരക്കിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തായാലും കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവൾക്ക് യു അങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് തന്നെ എന്തോ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും കറക്റ്റ് എവിടെ നിന്നോ ഓടിക്കയറി യു അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവനെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. കുട്ടിയെ നോക്കുന്ന തിരക്കിലായിരിക്കും ഇവൻ എന്തായാലും വരാൻ സാധിക്കില്ലെന്നാണ് ഇവർ വിചാരിച്ചത്. യു അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ജോണിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ യു ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ഇവളോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. മാത്രമല്ല ഭയങ്കര ഷോ കാണിക്കുന്ന രീതിയിലാണ് യു അങ്ങോട്ടേക്ക് വരുന്നതൊക്കെ. എന്നെ വിളിച്ചതുകൊണ്ട് ഞാനും വന്നു എന്ന രീതിയിൽ അത് ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. യുവും ഇവളോടുള്ള ആ ഒരു ഇതില് എനിക്ക് വിശക്കുന്നു, സംസാരിച്ച് നിൽക്കാതെ എല്ലാവരും ഇരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവളും അതേ ടോണില് അതെ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ജൂൺ ഇവളുടെ അടുത്താണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര കെയറോട് കൂടി എടുത്തു കൊടുക്കുന്നത് കാണുമ്പോൾ അത് യുവിനെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂണിനെ തടഞ്ഞിട്ട് എനിക്ക് സീ ഫുഡാണ് വേണ്ടത്, അതുകൊണ്ട് ഞാനല്ല ഇവിടെ ഇരിക്കേണ്ടത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ സീറ്റ് മാറിക്കോ എന്ന് പറഞ്ഞ് ജൂണിനെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇവൻ അവിടെ കയറിയിരിക്കുകയാണ്. പക്ഷെ അവൻ ആ കാണിക്കുന്ന ഷോയും കാര്യങ്ങളൊന്നും ഇവൾക്ക് ഒട്ടും പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മതിയാക്കി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഇവള് പോകുമ്പോൾ യുവും ഇവളുടെ പിന്നാലെ തന്നെ വരികയാണ്. യുവിനാണെങ്കിൽ ജൂൺ വിളിച്ചിട്ട് വെൻ ഇവിടെ എത്തിയത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ ഇവൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ഇവളോടും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അത് ഇവൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റോട്ടിൽ കിടന്ന് രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കുന്നു. അല്ല നീ എന്തിനാ ഇപ്പൊ ഇറങ്ങി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വെൻ ഇവനോട് നിന്റെ ഷോ കാണാൻ സാധിക്കാത്തതുകൊണ്ടാ എന്ന് പറയുമ്പോൾ യു ഞാൻ കാണിക്കുന്നതിന് നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് മറ്റുള്ളവർ വിളിക്കുമ്പോൾ ഡിന്നറിനൊക്കെ വരാൻ നല്ല ഉത്സാഹമാണല്ലോ, ഞാൻ ജൂൺ വിളിച്ചുകൊണ്ടാണ് വന്നത്, അല്ലാതെ നിനക്ക് വേണ്ടി വന്നതെന്നല്ല, നിനക്ക് വേണ്ടി വന്നതാണോ നീ വിചാരിക്കുന്നത് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇവളൊന്നും പറയാതെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മിങ് ഇവനോട് വന്ന് അല്ല നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് വഴക്കുണ്ടാക്കുന്ന പോലെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന എന്തിനാ, എന്താ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യു ഓപ്പൺ ആയിട്ട് തന്നെ എനിക്ക് ഇവനെ ഇഷ്ടമാണ് എന്ന് പറയാണ്. അത് കേട്ട് മിങ്ങിന്റെ കിളി വറക്കുന്നു. കാരണം എന്ത് വന്നാലും അവളെ പോലെ ഒരു പെണ്ണിനെ ഇവനെ ഇഷ്ടപ്പെടില്ലെന്നായിരുന്നല്ലോ നേരത്തെ വീരവാദം ഒഴുകിക്കൊണ്ട് നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്ന് മിങ് ചോദിക്കുമ്പോൾ ഇവനോട് എനിക്ക് അവളോട് ഒരു വെറുപ്പുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തന്നിരുന്നു, ഒരു ടെഡി ബിയർ. അത് ആരാ വേസ്റ്റിൽ തള്ളിയെന്ന് എനിക്കറിയില്ല, അതിന്റെ പേരില്ല അവൾ എന്നോട് ഇത്ര നല്ല ശത്രുത വെച്ചോണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ മിങ്ങിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. നിന്റെ ബർത്ത്ഡേ ദിവസം ടെഡി എടുത്തെറിഞ്ഞോ, ആ ടെഡിയാണോ അപ്പോൾ ജൂൺ എടുത്ത് വേസ്റ്റിൽ തള്ളിയത്? അങ്ങനെയാണെങ്കിൽ അവൾക്ക് നിന്നോട് താല്പര്യമുണ്ടെന്ന കാര്യം ജൂണിന് മുന്നേ അറിയാമായിരിക്കണം. അവൻ അതെടുത്ത് വേസ്റ്റിൽ ഇറങ്ങിയത് അത് അവൾ നിനക്ക് തന്നതാണെന്ന് എനിക്കറിയില്ലായിരുന്നു, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവനപ്പോൾ അന്ന് അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോഴാണ് യു ആ ഒരു കാര്യം അറിയുന്നത്. പക്ഷെ കൂടെ നിന്ന് അവൻ ഇങ്ങനെ ചതിക്കുന്ന യു തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ മിങ് യുവിനോട് അല്ല ഇനിയിപ്പോൾ അവള് പിണക്കത്തിലായിരിക്കില്ലേ, നീ എങ്ങനെ മാറ്റാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട് എന്ന് പറയാണ്. അതായത് സിൻഡ്രാനെയും കൂട്ടി അവളുടെ അടുത്തേക്ക് ഇവരെ ധൈര്യമായിട്ട് കയറി ചെല്ലാലോ. അതുകൊണ്ട് തന്നെ യു ഇപ്പോൾ പാരന്റ്സിന്റെ അടുത്ത് പോയി സിൻഡ്രാനെയും കൂട്ടി വെനിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവളെ സിൻഡ്രാനെ മാത്രമാണ് അകത്തേക്ക് കയറ്റുന്നത്, യുവിനെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ട് കയറ്റുന്നില്ല. ലാസ്റ്റ്
ഇവന്റെ അമ്മ കുട്ടിക്ക് കുടിക്കാനായിട്ട് സൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ ആ സൂപ്പ് മാത്രം വാങ്ങി വെച്ചിട്ട് ഇവനെ പുറത്തേക്ക് വാതിലടയ്ക്കാണ്. എന്നാൽ അതിനുശേഷം സിന്ധാനെ ഉറക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവൾ പുറത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. വന്ന് നോക്കുമ്പോൾ അയ്യോ ഇപ്പോൾ ഇവളുടെ വീടിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയാലോ. സോ ഇവൻ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ ഫുള്ള് മദ്യപിച്ച് നല്ല ഫിറ്റായിട്ട് ആടിയാണ് ഇവളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ വേറെ അഭിനയം മാത്രമാണ്. ഇവൾ വിചാരിക്കുന്നത് ഇവൻ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ്. എന്നാൽ ഇവൻ ഇങ്ങനെ കാണിക്കുന്നത് ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവൾ മാക്സിമം അതുകൊണ്ട് തന്നെ ഇവൻ ഇവിടെ നിന്ന് പറഞ്ഞിവിടെ നോക്കുന്നുണ്ട്. പക്ഷേ പോകാൻ തയ്യാറാവുന്നില്ല. ഞാൻ മദ്യപിച്ചിരിക്കുക, എനിക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നു, എനിക്ക് എപ്പോൾ ഉറങ്ങിയാൽ പറ്റും എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇവളും വേറെ ഗതി ഇല്ലാതെ സമ്മതിക്കുന്നു. പക്ഷേ ഇവൾ ഇവനെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്ന സമയത്ത് ഇവളെയും കൂടെ പിടിച്ച് ഇവൻ ബെഡിലേക്ക് ഇടാണ്. എന്നിട്ട് ഇവളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇവള് നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവന് ഇവളുടെ മുഖത്ത് നോക്കി വീണ്ടും പറയാൻ ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെവിയിൽ വന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന കാര്യം പറയാണ്. മാത്രമല്ല ഇവളെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഇവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനെ പിടിച്ച് മാറ്റിയിട്ട് നിനക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇവൻ ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് ഇവനോട് കിടന്ന് ഉറങ്ങാണ്. സോ ഇവളും നാളെ രാവിലെ നിനക്ക് ബോധം വരുമ്പോൾ നിന്റെ കാര്യം ഞാൻ സെറ്റിൽ ചെയ്യും എന്ന് തീരുമാനിക്കാണ്. ഇപ്പൊ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഇവൻ മദ്യപിച്ചിട്ട് പറഞ്ഞതായിരിക്കും, അല്ലാണ്ട് ഇവളോടുള്ള ഇഷ്ടം കാരണം പറഞ്ഞതൊന്നും ആയിരിക്കില്ല എന്നാണ് ഇവള് അപ്പോൾ വിചാരിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇവള് സ്വപ്നം കാണുന്നത് രാവിലെ തനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്, നീ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് ഇവളോട് ക്ഷമ ചോദിക്കുന്നതാണ്. എന്നാൽ അത് വേറെ സ്വപ്നം മാത്രമായിരുന്നു. സോ ഇവളും രാവിലെ എന്നിട്ട് ഭയങ്കര ദേഷ്യത്തില് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ആക്കി നിൽപ്പുണ്ട്. ഇവളെ കഴിക്കാനായിട്ട് വന്ന് വിളിക്കാണ്. ഇവളെ കഴിക്കാനായിട്ട് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവളും അത് കഴിക്കാനായിട്ട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇവളോട് ഇന്നലെ സംഭവിച്ചതിനൊക്കെ സോറി എന്ന് പറഞ്ഞിട്ട് കുട്ടി വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ നീ ആരാ ഇഷ്ടപ്പെടുന്നത്, ആ വ്യക്തി ആരാ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തായി പറയുന്നത്, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവള് ഇന്നലെ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ലേ, നീ ഇന്നലെ ആരെയോ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞല്ലോ, കള്ളു ഒഴിച്ചിട്ട് എന്ന് വന്ന് പറയാനാണ് നീ വിചാരിക്കുന്നത് എന്ന് ചോദിച്ച് ഇവളെ ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ഇവനോട് എനിക്ക് നിന്നെ ഇഷ്ടം തന്നെയാ എന്ന് പറഞ്ഞ് ഇവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. ഒരു നിമിഷം ഇവളെ ചത്ത പോലെ ആവുന്നുണ്ടെങ്കിലും ഇവന്റെ വായിന്നത് കേൾക്കുമ്പോൾ മാത്രമല്ല തീർന്ന് ഇവള് റിക്കവർ ആകുന്നതിന് മുന്നേ അടുത്ത ഷോക്കായിട്ട് ഇവൻ റിംഗ് വരെ എടുത്ത് ഇവളെ പ്രപ്പോസ് ചെയ്യാണ്. അതുവരെ ഇവൻ കയ്യിൽ കരുതി വെച്ചിരുന്നു. ഇവരുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിന്നിരുന്നത് കൊണ്ടാണല്ലോ ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള റിലേഷൻ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റിദ്ധാരണകൾക്കും സോറി പറഞ്ഞ് എനിക്ക് നിന്നോട് പോ ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം തന്നെയാ എന്ന് പറഞ്ഞ് ഇവനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് ഇവന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും നീ റിങ്ങാക്കായിട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ ഈ പ്രപ്പോസൽ സ്വീകരിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ഇവനോട് ഓക്കെ പറയാണ്. ഇവൾ ഓക്കെ പറഞ്ഞത് കൊണ്ട് ഇവന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇവളെ റിജക്ട് ചെയ്യും എന്നൊരു ഇതിൽ തന്നെയാണ് ഇവൻ ആ ഒരു പ്രപ്പോസൽ നടത്തിയത്. പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ അതിനോട് ഓക്കെ പറയുന്നു ഇവൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഭയങ്കര ഹാപ്പി ആവുന്നു. ഇവൾക്ക് ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതൽ ഇവനെ ഇഷ്ടമാണല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവളായിട്ടും ഇവനോട് തുറന്നു പറയാണ്. രണ്ടുപേരുടെ ഇടയിലും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറി ഇവരിപ്പോ ഒന്നിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഫസ്റ്റ് കിസ് ഒരുമിച്ച് നടത്തുന്നു. മുന്നേ കള്ളും കുടിച്ചിട്ട് ഇവള് കാണിച്ച എല്ലാ കോപ്രായങ്ങളും എന്തൊക്കെയായിരുന്നത് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് പക്ഷേ ബോധത്തോടെ ആയിരുന്നില്ലല്ലോ രണ്ടുപേരും അത് ചെയ്തിരുന്നത്. പക്ഷെ അന്ന് ഇവൾക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും ഇവരുടെ ആ ഒരു ഫസ്റ്റ് കിസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ജൂൺ ഇപ്പോൾ യുവിനോട് വന്ന് പ്രശ്നം ഉണ്ടാക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ യുവിന്റെ കമ്പനിക്ക് ജോണിന്റെ കമ്പനിയായിട്ട് കൊളാബറേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കൊളാബറേഷൻ ഇപ്പോൾ യുവിന്റെ കമ്പനി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ അതെന്തിനാണ് നിർത്തിയത് എന്ന് ചോദിച്ചാണ് ഇപ്പോൾ ജോൺ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് വെച്ചിട്ടാണ് ഇവനുമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവൻ പിന്നിലൂടെ ഇത്രയും നാളെ യുവിനെ ചതിക്കായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇവൻ ഇപ്പോഴാണല്ലോ മനസ്സിലായത്. അതുകൊണ്ടാണ് ആ ഒരു ബന്ധം ആയിട്ട് തന്നെ ഇല്ലാതാക്കിയത്. മാത്രമല്ല ഇവനെയും ഇത്രയും നാൾ അകറ്റാൻ ശ്രമിച്ചതും ജൂൺ തന്നെ ആയിരുന്നല്ലോ. അന്നത്തെ ആ ടെഡി ബിയർ ഉൾപ്പെടെ വേസ്റ്റുള്ള തലേ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ജൂൺ അതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവൻ അതിന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ അത്രയും സിൻസിയർ ആയിട്ട് ഒരു ബ്രദർ ആയിട്ടാണ് ഇവനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല, പുറകെ നീ എന്നെ ദ്രോഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. സോ അങ്ങനെയുള്ള ഒരുത്തനായിട്ട് ഇനി ഒരു സഹകരണവും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരവരെ ചെയ്തതിന് അവരവരെ അനുഭവിക്കുക തന്നെ വേണം. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ജൂണിനെ പറഞ്ഞയക്കാണ്. ഇവൻ ആ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇവന് പ്രത്യേകിച്ച് വാദിച്ചു നിൽക്കാനോ ഒന്നും തന്നെ ആവുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനുശേഷം ഇവരുടെ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒഫീഷ്യലി ഇവരിപ്പോ കപ്പിൾ ആയിരിക്കുകയാണല്ലോ. രണ്ടുപേരും അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് റിലേഷൻഷിപ്പിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു മൊമെന്റ് ഒക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷെ ആ ടൈമില് ഹ്യൂവിന്റെ സിസ്റ്റർ ഉണ്ടല്ലോ യാൻ, അവളിപ്പോ കറക്റ്റ് ആയിട്ട് ഇവരെ പാർക്കിൽ വെച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവരെ തമ്മിൽ ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അല്ല നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ്. യാൻ അത് വിശ്വസിക്കാനാവുന്നില്ല. അവൾക്ക് മനസ്സിലായി ഇവരിപ്പോ റിലേഷൻഷിപ്പിലാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും ഇപ്പൊ ഒരു കഫേയിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ ഇവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയത് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത്, നിങ്ങൾ മുമ്പ് ഭയങ്കര ശത്രുക്കളല്ലായിരുന്നോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒന്നിക്കാൻ കഴിഞ്ഞത് എന്ന രീതിയിലേക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളെ മൈൻഡ് പോലും ചെയ്യാതെ ഇവരുടെ റൊമാൻറ്റിക് ലോകത്താണ്. ഇവളിവിടെ ഇരിക്കുന്ന പോലും കാണുന്നില്ല എന്ന ഭാവത്തിലാണ് അവരുള്ളത്. പക്ഷെ ഞാനിപ്പോ ചിന്തിക്കുന്നത് യുവിന് ഒരു മകനുണ്ടല്ലോ, അത് അറിഞ്ഞിട്ട് പോലും ഈ ഒരു പെൺകുട്ടി യുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവൾ എന്ത് നല്ല ക്യാരക്ടർ ആയിരിക്കും, ഇവളുടെ ഫാമിലിയിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ക്രിട്ടിക്കൽ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കുട്ടിയുടെ അമ്മ വെന്നാണ് എന്ന കാര്യം ഞാൻ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇവളുടെ ചിന്ത പോകുന്നത്. സോ ഇവൾക്ക് ആദ്യം എല്ലാവരോടും ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വലിയ സീനായിരിക്കും.
പ്രത്യേകിച്ച് വെന്നിന്റെ വീട്ടില് ഒരു കുട്ടിയുള്ള ആളെ കല്യാണം കഴിക്കാനായിട്ട് എന്തായാലും അവളുടെ ഫാമിലി താല്പര്യം പ്രകടിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നടക്കട്ടെ, ഞാൻ എന്തായാലും ഇത് സീക്രട്ടായിട്ട് തന്നെ വെക്കും, ഞാനായിട്ട് ഇതാരോടും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വെന്നിന്റെ കൈ പിടിച്ച് നീ ഇത്രയും നല്ല വ്യക്തിയായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന രീതിയിൽ ഇവളെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. അതിനുശേഷം ഇവളുമായിട്ട് ഇവളുടെ വീട്ടിലെത്തി ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുപാട് സമയം ചെലവിട്ട് നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് ഇവളോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിലേഷൻഷിപ്പിലാണല്ലോ ഇവരിപ്പോൾ ആയിരിക്കുന്നത്. അതും ആയിട്ട് മുൻകൈ എടുത്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് പോലും. അതുകൊണ്ട് തന്നെ വെൻ വളരെ ഹാപ്പിയാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് യുവിന്റെ അമ്മയും വെന്നിന്റെ അമ്മയും ഇപ്പോൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവര് ഫാമിലി ഫ്രണ്ട്സ് ആണല്ലോ ആ രീതിയിൽ. പക്ഷെ യുവിന് ഇതുവരെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടില്ല, അവൻ എന്തെങ്കിലും അഫെയർ ഉണ്ടോ എന്ന് അറിയില്ല. മാത്രമല്ല കുട്ടിയുടെ അമ്മ ആരാണെന്നും ഇവർക്ക് അറിയില്ല. അതുപോലെ വെന്നിനും അവളുടെ വിവാഹം മുടങ്ങിയതാണല്ലോ, അതിനുശേഷം ഒരു പാർട്ട്ണറെ കണ്ടെത്തിയോ ഒരു കാര്യം അറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവർ തലമുറകളായിട്ട് ഫാമിലി ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇവരുടെ മക്കൾ ഇങ്ങനെ ശത്രുതയിലാണെങ്കിൽ ഭാവിയിൽ ഇവരുടെ ബന്ധം ബ്രേക്ക് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും അടുപ്പിക്കണം, അവരുടെ ഇടയിലുള്ള ആ ഒരു വലിയ ശത്രുതയൊക്കെ മാറ്റിയെടുക്കണം. ചിലപ്പോൾ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇടപെടുമ്പോൾ ആ ശത്രുതയൊക്കെ മാറും, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യും, അത് നമുക്ക് അറിയാനും സാധിക്കും എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഓക്കെ ആയിട്ട് എങ്കിൽ പിന്നെ അതിനൊരു വഴിയായിട്ട് നമുക്കൊരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയാലോ എന്ന് പറഞ്ഞ് ഇവര് അതിന് തുടക്കമിട്ട് ഇവർക്ക് രണ്ടുപേർക്കും മക്കളുണ്ടല്ലോ, അവർ 4 പേരുണ്ട്. സോ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അതുവഴി അവർ കൂടുതൽ അടുക്കട്ടെ എന്നൊരു ഇത് വെച്ചിട്ടാണ് ഇവരത് തീരുമാനിക്കുന്നത്. സോ അതിനായിട്ട് ഇപ്പോൾ റെഡിയായി വെന്നും യുവും അതുപോലെ തന്നെ ഇവരുടെ സിബ്ലിങ്സും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. വെന്നിനും യുവിനും കിട്ടുന്ന ഒരു നല്ല ചാൻസ് ആണല്ലോ ഒരുമിച്ച് ഒരു ട്രിപ്പൊക്കെ പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ചേച്ചിക്കും വെന്നിന്റെ ബ്രദറിനൊന്നും ഈ ട്രിപ്പിനോട് യാതൊരു താല്പര്യമില്ല. സോ ഇവരിപ്പോൾ ഓരോ ട്രിപ്പിനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരായിട്ട് ഫുഡും കാര്യങ്ങൾ കഴിക്കാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരവിടെ ഇരിക്കുന്ന സമയത്ത് യു നേരെ വന്ന് വെന്നിനടുത്തുള്ള സീറ്റിൽ കയറിയിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നു. കാരണം ഇവരുടെ കണ്ണിലൊക്കെ ഇപ്പോഴും ഇവർ രണ്ടുപേരും ഭയങ്കര ശത്രുത വെച്ച് കൊണ്ടുപോകുന്ന വ്യക്തികളാണെന്നാണല്ലോ. സോ പെട്ടെന്ന് എങ്ങനെയാ അപ്പോൾ യു ഇവളുടെ അടുത്ത് കയറിയിരിക്കുന്നത്, അതെന്തിനാണ് എന്നാണ് ഇവളുടെ പാരന്റ്സും അതുപോലെ വെന്നിന്റെ ബ്രദറും ഒക്കെ ചിന്തിക്കുന്നത്. അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ യുവിന്റെ ചേച്ചി അത് പിന്നെ ഇവനിത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവനോട് കയറിയിരുന്നത്, അല്ലാതെ എങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോൾ യു അതെ അത് ശരിയാണ് എന്ന് പറഞ്ഞത് അവിടെ ഏതാണ്ട് രക്ഷപ്പെടുന്നു. മാത്രമല്ല അതിനുശേഷം യു ആ ഒരു പ്രോൺസിന്റെ ഐറ്റംസ് ഒക്കെ ക്ലീൻ ആക്കി വെനിനെ കഴിക്കാനാണ് കൊടുക്കാൻ ഇവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നേരിട്ട് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന ചേച്ചി എന്ന് പറഞ്ഞ് ചേച്ചിക്ക് എടുത്തു കൊടുക്കാണ്. പക്ഷെ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് അനിയന് ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇത് ക്ലീൻ ആക്കി ഇത് റെഡിയാക്കി കൊടുത്തത് എന്ന്, ഇവൻ വെനിനെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യോ എനിക്കിത് വേണ്ടല്ലോ, ഇന്ന മോളെ നീ കഴിച്ചോ എന്ന് പറഞ്ഞ് ഇവളത് വെനിനെ തന്നെ ഏൽപ്പിക്കാണ്. കൈമാറി എത്തേണ്ട സ്ഥലത്ത് തന്നെ അത് ലാസ്റ്റ് എത്തുന്നു. എന്നാൽ അതിനുശേഷം ഇവരെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മകളുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി എത്തിരിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ പേര് ഹാന എന്നാണ്. ഇവള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവരെ ഇവിടെ വെച്ച് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് യുവിനും അത് ഇഷ്ടപ്പെടുന്നില്ല, വെനിനും അത് ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് യുവിനോട് താല്പര്യമുള്ള കാര്യം വെനിന് അറിയാലോ, അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ ആന്റിമാർക്കൊക്കെ ഇവളോട് വലിയ കാര്യമായതുകൊണ്ട് തന്നെ ഇവളെ കൂടെ ഈ ഒരു ട്രിപ്പിൽ കൂടാനായിട്ട് പറയാണ്. അവൾക്ക് യുവിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഓക്കെ പറയുന്നു. സോ അതിനുശേഷം വെൻ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് കണ്ട് യു ഇവളുടെ അടുത്തേക്ക് വന്ന് ഹാന ഇവരോടൊപ്പം കൂടിയത് വെനിനെ ഇഷ്ടപ്പെടാതെ ആയിരിക്കും ഇവൾ പണങ്ങി നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊന്നും സാരമില്ല, അവൾക്ക് എന്തായാലും നിനക്ക് ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം അറിയില്ല, അതുകൊണ്ട് അവൾ നിങ്ങളുടെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നമുക്ക് എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമ്മുടെ റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് പബ്ലിക് ആകാം എന്ന് പറയുമ്പോൾ ഇവൾ ആ ഒരു കാര്യം മുന്നേ സമ്മതിക്കാത്തതായിരുന്നു. യു ഇവന്റെ പാരന്റ്സിനോട് പോലും കുട്ടിയുടെ അമ്മ ആരാണെന്ന കാര്യം പറയാത്തത്. പക്ഷേ വെന്നായിട്ട് ഇപ്പോൾ ആ ഒരു കാര്യം തീരുമാനിച്ചത് കേൾക്കുമ്പോൾ ഇവന് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇവൾ വളരെ ആലോചിച്ച് തന്നെയാണ് ആ ഒരു തീരുമാനം ലാസ്റ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തിയതിനു ശേഷം ഫാമിലിയായിട്ട് ഇരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നാണ് ഇവരെ തീരുമാനിക്കുന്നത്. സോ അതിനുശേഷം ഇവർ ആ ഒരു സ്ഥലമൊക്കെ ചുറ്റി കറങ്ങാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ കൂടെ തന്നെ ഇപ്പോൾ ഹാന ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളെ മാറ്റാനായിട്ട് യുവിന്റെ സിസ്റ്റർ അവളെ വിളിച്ചുകൊണ്ട് മുന്നേ നടന്നു പോവുകയാണ്. ഇവർക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും അവസരമൊക്കെ കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ഇവരൊന്നിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ കറക്റ്റ് അത് വെനിന്റെ ചേട്ടൻ കണ്ടുകൊണ്ട് വരികയാണ്. സോ ഇവരോട് വന്ന് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് ഭയങ്കര ദേഷ്യത്തിലാണ് കടന്നു വരുന്നത്. മാത്രമല്ല യുവിനെ തല്ലാൻ വരെ പോവുകയാണ്. നീ ഇവനായിട്ട് എന്താടി ബന്ധം എന്ന് ഇവനോട് ചോദിക്കുമ്പോൾ എനിക്ക് ഇവനെ ഇഷ്ടമാണ് എന്ന് ഇവള് തുറന്നു പറയാണ്. ഉടനെ തന്നെ ചേട്ടൻ ചോദിക്കുന്നത് ഈ നാട്ടില് എത്രയോ ആൺകുട്ടികളുണ്ട്, നിനക്ക് ഇവനെ മാത്രം കിട്ടിയോളോ എന്നാണ്. ഇവളുടെ ചേട്ടൻ ഭയങ്കരമായിട്ട് ഈ ഒരു ബന്ധത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അതിന് മെയിൻ റീസൺ യുവിന് 5 വയസ്സിലൊരു മകനുണ്ടല്ലോ, ആ കുട്ടിയുടെ അമ്മ ആരാണെന്ന് പോലും ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. സോ അങ്ങനെയുള്ള ഒരു മോശം ക്യാരക്ടറാണ് ഇവൻ എന്ന രീതിയിലേക്കാണ് ചേട്ടൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ ഇവളവിടെ അതെന്റെ മകനാണ് എന്ന് പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ യു അത് സമ്മതിക്കുന്നില്ല. നീ ഇപ്പൊ ചേട്ടനോടൊപ്പം പൊക്കോ, നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവളുടെ ചേട്ടനും ഇവളെ അവിടെ നിർത്താതെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. എന്നിട്ട് അമ്മയോട് വന്ന് ഇവൾക്കും യുവിന് ഇടയിൽ നടക്കുന്ന അഫെയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അമ്മയും അത് കേട്ട് ഭയങ്കര ഷോക്കായിട്ടാണ് പ്രതികരിക്കുന്നത്. ഇവള് മാക്സിമം യുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യു നല്ല വ്യക്തിയല്ലേ അമ്മേ,
നിങ്ങൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നതാ എന്ന് പറഞ്ഞൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ മുന്നിൽ ഇപ്പോൾ യു ഏതാണ്ട് ഒരു മോഷൻ ക്യാരക്ടർ തന്നെയാണ്. അവനൊരു മകനുണ്ട്, അതും പ്രായപൂർത്തിയാകാത്ത ടൈമിൽ ഒരു ഫാദർ ആവേണ്ടി വന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവൻ പിന്നെ നല്ല വ്യക്തി ആവുന്നത് എന്നാണ് അമ്മ ഇവളോട് തിരിച്ചു ചോദിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇവളത് ഇവളുടെ കുട്ടിയാണ് എന്ന് പറയാനായിട്ട് വരുന്നു. എന്നാൽ പെട്ടെന്ന് ഇവളത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിചാരിക്കാൻ പോകുന്നത് ഇവളെ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പിനൊക്കെ ഒരുപാട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് വെച്ചിട്ട് ഇതൊക്കെ ഉള്ളതായിരിക്കും അമ്മ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന രീതിയിൽ അവിടെ അപ്പൊ പറയുന്നില്ല. പക്ഷെ അവിടെ ഇവൾക്ക് യുവിനെ മോശക്കാരനാക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചത് യുവിന്റെ തെറ്റുകൊണ്ടല്ല, ആ കുട്ടി യഥാർത്ഥത്തില് ഫ്യൂച്ചറിൽ വന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ സത്യങ്ങൾ പറഞ്ഞ് ഇവൾ കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അമ്മയും യുവിന്റെ ഫാദറിനോട് അവൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെയാണോ ചോദിച്ചത് അതേപോലെ തന്നെയാണ് അമ്മയും ഇവളോട് ചോദിക്കുന്നത്. മോളെ, നിനക്ക് എപ്പോഴാണ് ഈ അസുഖം തുടങ്ങിയത് എന്ന രീതിയിൽ. സോ ഇവൾക്കും ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അമ്മ ഇവളോട് ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്, സോ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് താമസം മാറിക്കോ, ഇനി നീ അവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട, ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്താൽ മതി എന്ന് പറയാണ്. പക്ഷെ അതേസമയം ഇവിടെ യു ഇവന്റെ അമ്മയോടും കാര്യങ്ങൾ തുറന്നു പറയാണ്. വെനിനെ ഇവനെ ഇഷ്ടമാണെന്ന കാര്യം ഇവൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത് ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം തുറന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അതിനോട് വലിയ എതിർപ്പൊന്നുമില്ല, ഭയങ്കര സന്തോഷമാവുകയാണ്. പക്ഷെ അവിടെ സിൻറാന്റെ അമ്മയും വെൻ തന്നെയാണ് എന്ന കാര്യം യു അവിടെ പബ്ലിഷ് ആക്കുന്നില്ല. അതിനുശേഷം ഇവരുടെ ആ ഒരു ട്രിപ്പൊക്കെ ഏതാണ്ട് ഇപ്പൊ കോള ആയതുകൊണ്ട് തന്നെ അത് ക്യാൻസലായി. ഇവരിപ്പോ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ യു അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് വെൻ ഇവനോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നു. പക്ഷെ ഇവളെ ചേട്ടൻ വിടുന്നില്ല, അവളെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. യു അവളെ ആക്കി കുഴപ്പമൊന്നുമില്ല, നീ അവനോടൊപ്പം വെക്കും, നമുക്ക് കാര്യങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നു. സോ അതിനുശേഷം ഇപ്പോൾ ഇവളെ ഈ ഒരു വീട്ടിൽ നിന്ന് മാറി ഇവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണല്ലോ. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അമ്മ എത്രയും പെട്ടെന്ന് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു രീതിയിൽ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ കറക്റ്റ് സിൻറാനും യും ഇവളുടെ അടുത്തേക്ക് എത്തുകയാണ്. സിൻറാനും ഇവളോട് വന്ന അല്ല അമ്മ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് പിന്നെ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ മോനെ, അവിടെ ആയിരിക്കും ഞാൻ ഇനി താമസിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ മുത്തശ്ശി ഇപ്പോഴും ജീവനോടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് ഷോക്കായിട്ട് അതിന് മുത്തശ്ശിക്ക് എന്താ പറ്റിയത്, നീ എന്തൊക്കെയാ മോനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്ന കുട്ടിയാണല്ലോ. സോ അവർക്ക് കാര്യമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് അവര് ഫ്യൂച്ചറിൽ മരണപ്പെടുന്നുണ്ട്, ആ ഒരു സ്റ്റേജ് ഉണ്ട്. സോ അത് വെച്ചിട്ടാണ് കുട്ടി സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഇവളോട് നീ ടെൻഷൻ ഒന്നും ആവണ്ട, നമ്മളിത് എന്തായാലും നേരത്തെ അറിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് മുന്നോട്ട് പോവാം, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇവളെ കൂളാക്കുന്നു. പക്ഷെ അതിന് ഇവൾക്കൊരു ഐഡിയ കിട്ടുകയാണ്. ഇവരെന്തായാലും ഇവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അമ്മയും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സിൻറാൻ ഫ്യൂച്ചറിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇവരോട് പറയാറുണ്ടല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസമാവില്ലേ, അവർ വിശ്വസിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ യുവിനും അത് നല്ല ഐഡിയ ആയിട്ട് തന്നെ തോന്നുകയാണ്. സോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് ഇവരുടെ പ്ലാൻ കോളോ ആക്കിക്കൊണ്ട് ഇവളുടെ അമ്മ കയറി വരികയാണ്. യുവിനെയും കുട്ടിയൊക്കെ അവിടെ കണ്ട് നന്നായിട്ട് തന്നെ അവർ ഷോക്കാവുന്നു. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, നീ വീണ്ടും ഇവനെ വിളിച്ചു വരുത്തിയല്ലേ എന്ന് ചോദിച്ച അമ്മ ഭയങ്കരമായിട്ട് വെനെ വഴക്ക് പറയാണ്. എന്നാൽ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മുത്തശ്ശിന്ന് വിളിച്ച് സിൻറാൻ ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. അപ്പോൾ പോലും ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇവര് ആ ഒരു യഥാർത്ഥ സത്യം തുറന്നു പറയാൻ തീരുമാനിച്ച് ഇവളാണ് സിൻറാന്റെ അമ്മ എന്ന് ഇവളുടെ അമ്മയോട് പറയാണ്. അവരുടെ ഒരു വലിയ സ്ഫോടനം തന്നെ പ്രതീക്ഷിച്ചാണ് ഇവൾ ആ ഒരു സത്യം തുറന്ന് പറയുന്നത്. അത് കേട്ട് അമ്മ ബോധം കിട്ടി വീണില്ലതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് അവര് ഷോക്കായി പോകുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്, ഈ കുട്ടി നിന്റെ ആണെന്നോ, അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെ അമ്മ, ഇവൻ എന്റെ കുട്ടിയാണ് എന്ന് പറയുന്നത് കേട്ട് വീണ്ടും അമ്മയുടെ ബോധം പോവുകയാണ്. അവർക്കത് താങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് അമ്മ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഈ കുട്ടിക്ക് ഞാൻ ജന്മം നൽകിയിട്ടില്ല, ഇത് ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്നുണ്ടായ മകനാണ്. പക്ഷെ ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇവൻ അതിനു മുന്നേ ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അമ്മ ഇവര് രണ്ടുപേരും ചേർന്ന് ഇവരെ പറ്റിക്കാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് യുവിനെയാണ് തല്ലാൻ ഓടിക്കുന്നത്, ഇവരുടെ മകളുടെ ജീവിതം തകർക്കാൻ നോക്കുന്നു എന്ന രീതിയിലൊക്കെ. പക്ഷെ പെട്ടെന്ന് വെൻ അത് കയറി തടഞ്ഞിട്ട് അമ്മ, ശരിക്കും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കുക, സിൻറാൻ ശരിക്കും ടൈം ട്രാവൽ ചെയ്ത് എത്തിയതാ എന്ന് പറയുമ്പോഴും അമ്മ അത് വിശ്വസിക്കുന്നില്ല. ഞാൻ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടില, നീ പറയുന്ന പൊട്ടകഥകളൊന്നും വിശ്വസിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല, ഇവനിത് നിന്നെ കൊണ്ട് ബലമായിട്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ, എനിക്കറിയാം എന്ന് പറഞ്ഞ് അതെല്ലാം യുവിന്റെ തലയിൽ കൊണ്ടുവരാനായിട്ട് നോക്കാണ്. എന്നാൽ അപ്പോഴേക്കും സിൻറാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് മുത്തശ്ശി, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും സ്വിങ്സ് ഗെയിം കളിച്ചാലോ, അത് മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഗെയിം കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു സിങ്സ് എന്ന് പറയുന്ന ഗെയിം ഇവരെ ഇനി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കുട്ടിയായിട്ട് ആ ഒരു കാര്യം ഇവരോട് പറയുന്നത്. സോ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടിക്ക് മനസ്സിലായത്, അതും ഇപ്പൊ കണ്ട് ഈ കുട്ടിക്ക് മനസ്സിലായത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്നും യു ഒക്കെ പറയുന്ന കാര്യം റിയൽ ആണോ എന്നറിയാനായിട്ട് എനിക്ക് പറ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ സിൻറാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സ്വീറ്റ്സ് ആണ്. അമ്മ എപ്പോഴും മുത്തശ്ശിയെ സ്വീറ്റ്സ് കഴിക്കുന്നതിന് ഒരുപാട് ശകാരിക്കാറുണ്ട്, കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശിയാണ് അത് ഒളിപ്പിച്ചു വെക്കും. പക്ഷെ മുത്തശ്ശിയെ സ്വീറ്റ്സ് ഒക്കെ കട്ടെടുത്ത് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇവരെപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർക്ക് ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്കും ഈ ഒരു കുട്ടി ടൈം ട്രാവൽ ചെയ്ത് വന്നതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം വരുന്നു. മാത്രമല്ല ഇവരുടെ ഹെൽത്ത് കണ്ടീഷനും ഇപ്പോൾ ഓക്കെ അല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ഡൗട്ട് വരുന്നു. കാരണം ഇവർക്ക് ശരീരത്തിന്റെ പല ഭാഗത്തും വേദനകളൊക്കെ കാര്യമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർ പെട്ടെന്ന് പോയി ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്താണ്. അത് വെച്ചിട്ട് ഇവരുടെ ആ ഒരു രോഗവും കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നു. കുറച്ച് നാളുകൾ കൂടി ഇവർ ഇതൊക്കെ സാരമില്ല എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇവർ മരണപ്പെടാൻ പോലും അതിനെ ഇടയാക്കുമായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവർ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കി എങ്കിലും ഇവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇവൻ ശരിക്കും അപ്പൊ ടൈം ട്രാവൽ ചെയ്ത് വന്നത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ വെൻ അമ്മ എനിക്കറിയാം ചില കാര്യങ്ങൾ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്, ഞങ്ങൾക്കും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷേ ഇതൊക്കെ സത്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്കിപ്പോൾ ഏതാണ്ട് വിശ്വാസമായി. ഇവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നതുൾപ്പെടെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവരോട് ഇനി നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കേണ്ട, ഈ കാര്യങ്ങൾ രണ്ട് ഫാമിലിയോട് സംസാരിച്ച് ഞാൻ ഓക്കെ ആക്കിക്കോളാം, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നു. വലിയൊരു പ്രശ്നം അവിടെ സോൾവ് ആയല്ലോ. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് ഇവരുടെ വെഡിങ് ഡേ ആണ്. എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോടുകൂടി ഇവരുടെ ഇടയിലേക്ക് എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ചെയ്ത് ഇവരിപ്പോൾ സിൻഡ്രാന്റെ മുന്നിൽ വെച്ച് തന്നെ വിവാഹിതരാവുകയാണ്. അവരുടെ ആ ഒരു വെഡിങ് ഫൈനലി നടക്കുന്നു. എന്നാൽ അതിനുശേഷം പിറ്റേ ദിവസം ഇവര് എഴുന്നേറ്റ് നോക്കുമ്പോൾ സിൻഡ്രാൻ ആ ഒരു വീട്ടിലില്ല. ഇവര് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എവിടേക്ക് തപ്പിയിട്ടും അവനെ കാണുന്നില്ല. സോ രണ്ടുപേരും ഭയങ്കര ടെൻഷൻ ആവുകയാണ്. വെന്നിന് അതൊട്ടും താങ്ങാനേ ആവുന്നില്ല. യുവും ഇവളോട് അവൻ എവിടെ പോകാനാ, നമുക്ക് എന്തായാലും അന്വേഷിക്കാം, നീ വെയിറ്റ് ചെയ്യും, നമുക്ക് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തോടെ പോയി അന്വേഷിച്ച് നോക്കാം, ചിലപ്പോൾ അവൻ അവിടെ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നേരെ ഇവരുടെ അമ്മമാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ എത്തി നിങ്ങൾ സിൻഡ്രാനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് സിൻഡ്രാനോ അതാരാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് കേട്ട് ഇവര് അത് ഞങ്ങളുടെ കുട്ടി, നിങ്ങൾ എന്താ അവനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവര് പെട്ടെന്ന് വിചാരിക്കുന്നത് ഇവള് പ്രഗ്നന്റ് ആണെന്നാണ്. ആ ഒരു കാര്യമാണ് ഇവര് പറയുന്നതെന്നാണ്. അപ്പോൾ വെൻ അതൊന്നും അല്ല, നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ ഇത്ര നാളുണ്ടായിരുന്ന സിൻഡ്രാനെ നിങ്ങൾ മറന്നോ, അവനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു പേര് പോലും ഓർമ്മയില്ല. അങ്ങനെ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ വന്നിട്ടേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോഴാണ് യുവിനും മെന്നിനും ഒരു കാര്യം മനസ്സിലാവുന്നത്. സിൻഡ്രാൻ ഫ്യൂച്ചറിൽ നിന്ന് എത്തിയത് ഇവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു കാര്യം അവൻ സാധിച്ചു കഴിഞ്ഞു. ഇവരുടെ വിവാഹം വരെ എത്തിച്ചു നൽകിയല്ലോ. അവന്റെ ആ ഒരു ടാസ്ക് പൂർത്തിയാക്കി അവൻ അവന്റെ ലോകത്തേക്ക് പോയി എന്ന്, ഇവരെ വിട്ടുപോയി എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ അത് ഇവർക്ക് താങ്ങാനേ പറ്റുന്നില്ല. അവൻ ഇവര് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും അവന് ഭാവിയിൽ കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ ഇവർ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വെൻ പ്രഗ്നന്റ് ആണ്. ഡെലിവറി ടൈമൊക്കെ ഏതാണ്ട് അടുത്തു. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു സ്റ്റേജിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവിന്റെ അമ്മ കുട്ടി ആണായിരിക്കോ പെണ്ണായിരിക്കോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വെൻ ഭയങ്കര ഉറപ്പിൽ തന്നെ അത് ആൺകുട്ടിയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാണ്. അവന് ഞങ്ങളൊരു പേര് കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിൻഡ്രാൻ എന്ന് തന്നെയാണ് അവിടെ ആ ഒരു പേര് പറയുന്നത്. എല്ലാവർക്കും ആ ഒരു നെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇന്ന് വെനന്റെ ബർത്ത്ഡേ ദിവസമാണ്. അത് ആഘോഷിക്കാനായിട്ട് ഇപ്പോൾ യുവും ഇവരുടെ മകനായിട്ടുള്ള സിൻഡ്രാനും, അതായത് ഇവളെ യഥാർത്ഥത്തിൽ പ്രസവിച്ച മകനായിട്ടുള്ള സിൻഡ്രാനും ഇവരോടൊപ്പം തന്നെയുണ്ട്. അവൻ ഫ്യൂച്ചറിൽ നിന്ന് ഇവരുടെ അടുത്ത് മുന്നേ തന്നെ എത്തിയതാണല്ലോ. സോ അവൻ തന്നെയാണ് ഇവർക്കിപ്പോൾ ജനിച്ചിരിക്കുന്നത്. കുറച്ചു നാൾ അവനെ മിസ് ചെയ്തെങ്കിലും അവൻ വീണ്ടും ഇവരുടെ അടുത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സോ ഇവർ മൂന്നുപേരും ഹാപ്പി ആയിട്ട് ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. വെനിന് ഇവളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യുവും ഇവളുടെ മകനും കൂടെയുണ്ട്. അതുപോലെ തന്നെ യുവിന് ഇവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെന്നും ഇവന്റെ മകനും കൂടെയുണ്ട്. സോ അങ്ങനെ ഇവരുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല. അടുത്ത വീഡിയോ കാണാം.